How are you? Hope you are fine. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു എല്ലാവരും? കഴിച്ചല്ലേ? അപ്പൊ പഠിക്കാൻ വേണ്ടി ടെക്സ്റ്റും ബുക്കും ഒക്കെ എടുത്തിരിക്കുവാണോ? അതെ. അപ്പം ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് ആണ് കേട്ടോ. ഇംഗ്ലീഷ് അപ്പൊ ടെക്സ്റ്റ് ഒക്കെ എടുത്തല്ലോ അല്ലേ? ഇംഗ്ലീഷിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ഫസ്റ്റ് ചാപ്റ്റർ ഒരു പോയമാണ്. എന്താണ് പോയം? The Frog and the Nightingale. എന്താണ്? The Frog and the Nightingale. Frog എന്ന് പറഞ്ഞാൽ തവളയാണ്. Nightingale എന്താണ്? ഒരു ബേർഡ് ആണ്. അപ്പം ഒരു തവളയും ബേർഡും അതിന്റെ ഒരു കഥയാണ് നമ്മൾ ഇതിനകത്ത് ഈ പോയത്തിൽ കൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഇംഗ്ലീഷ് വളരെ ഇൻട്രസ്റ്റിംഗ് അല്ലേ? അതിനകത്ത് നമ്മൾ പോയിന്റ്സ് പഠിക്കുന്നുണ്ട്, സ്റ്റോറീസ് പഠിക്കുന്നുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇംഗ്ലീഷ് അല്ലേ? അപ്പം നമുക്ക് തുടങ്ങാല്ലേ? തുടങ്ങട്ടെ. ഫസ്റ്റ് പോയം. ഓക്കെ. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റിൽ നോക്കിക്കോ. ടീച്ചറുടെ ചാപ്റ്ററിന്റെ പേരും പിന്നെ നമ്മുടെ കുറച്ച് ന്യൂ വേർഡ്സ് ഒക്കെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റിൽ നോക്കിക്കോ കേട്ടോ. The Frog and the Nightingale. This poem is about the importance of having self-confidence, believing in one's own talent, and having the ability to discern good advice from bad and live accordingly. എന്നുവെച്ചാൽ എന്താണ് ഈ പോയത്തിനെ പറ്റി കുറച്ച് ഈ പോയം എന്താണ് എന്ന് പറയുവാണെങ്കിൽ കേട്ടോ. ഈ പോയം എന്ന് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് ഇമ്പോർട്ടൻസ് ഓഫ് ഹാവിംഗ് സെൽഫ് കോൺഫിഡൻസ്. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് ആത്മവിശ്വാസം ഇല്ലേ? എല്ലാവർക്കും ഒരു ആത്മവിശ്വാസം വേണം. എന്ത് കാര്യത്തിലും സെൽഫ് കോൺഫിഡൻസ് വേണം. നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് സക്സസ് ആവാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെ പറയുന്നത് ഈ പോയം എന്ന് പറയുന്നത് ഒരു സെൽഫ് കോൺഫിഡൻസിന്റെ പ്രാധാന്യത്തെ പറ്റിയുള്ള ഒരു പോയമാണ്. എന്താണ്? ഹാവിംഗ് സെൽഫ് കോൺഫിഡൻസിന്റെ പ്രാധാന്യത്തെ പറ്റിയുള്ള ഒരു പോയമാണ്. അതുപോലെ തന്നെ ബിലീവിംഗ് ഇൻ വൺസ് ഓൺ ടാലന്റ്. നമുക്ക് നമ്മുടെ കഴിവിലൊരു വിശ്വാസം വേണം അല്ലേ? നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല, അല്ലെ നമുക്ക് പാട്ട് പാടാൻ കഴിയില്ല, എങ്ങനെയൊന്നും വിചാരിക്കരുത്. നമുക്കുള്ള കഴിവില് നമ്മളിപ്പോ ആയിരിക്കുന്നതിൽ നമുക്ക് വളരെയധികം വിശ്വാസം വേണം. നമുക്ക് നമ്മുടെ കഴിവിലൊരു വിശ്വാസം വേണം. And having the ability to discern good advice from bad and live accordingly. എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ പരാജയത്തിൽ നിന്നും വേണം പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ അല്ലെ? മോശമായതിൽ നിന്നും അതിൽ നിന്നും നല്ല നല്ല കാര്യങ്ങൾ, ഒരു മോശം പെർഫോമൻസിൽ നിന്നും അതിൽ എന്താണ് നമുക്ക് മോശമായത്, എന്തുകൊണ്ടാണ് അത് അങ്ങനെ ആയത് എന്ന് പഠിച്ച് അതിൽ നിന്നൊരു ഉപദേശം നമ്മൾ മനസ്സിലാക്കി പഠിച്ച് നമ്മൾ ആ വിജയത്തിലെത്തണം അല്ലെ? അപ്പൊ മോശമായതിൽ നിന്നും നല്ലതൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ ജീവിക്കണം. അപ്പൊ എന്താണ് പോയത്തിൽ കൂടെ പറയുന്നത്? സെൽഫ് കോൺഫിഡൻസിന്റെ ഇമ്പോർട്ടൻസ്, ആത്മവിശ്വാസം, പിന്നെന്താണ് ബിലീവിംഗ് ഇൻ വൺസ് ഓൺ ടാലന്റ്. നമുക്ക് നമ്മുടെ കഴിവിൽ തന്നെ ഒരു ടാലന്റിൽ ഒരു വിശ്വാസം വേണം. അതുപോലെ ഹാവിംഗ് എബിലിറ്റി ടു ഡിസേൺ ഗുഡ് അഡ്വൈസ് ഫ്രം ബാഡ് ആൻഡ് ലിവ് അക്കോർഡിംഗ്ലി. നമ്മള് മോശമായതിൽ നിന്നും നല്ല ഉപദേശങ്ങൾ സ്വീകരിച്ച് അതിനനുസരിച്ച് ജീവിക്കണം കേട്ടോ. അപ്പൊ അതിനെ പറ്റിയാണ് നമ്മൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ പോയത്തിൽ കൂടെ പഠിക്കുന്നത്. സെൽഫ് കോൺഫിഡൻസിനെ പറ്റിയും ഇതില് നമ്മൾ പഠിക്കുന്ന ഇതിൽ രണ്ടാളുകളെ പറ്റിയ ഫ്രോഗിനെയും നൈറ്റിംഗേലിനെയും. ഇതിൽ ഒരാൾക്ക് ഭയങ്കര സെൽഫ് കോൺഫിഡൻസ് ആണ്, ഓവർ കോൺഫിഡൻസ് ആണ്. അതുപോലെ മറ്റേ ആൾക്ക് ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആണ്, കോൺഫിഡൻസ് ഇല്ലായ്മയുണ്ട്. അയാളുടെ കഴിവിൽ വിശ്വാസമില്ല, അതുപോലെ ആത്മവിശ്വാസമില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിന് മുമ്പ് നിങ്ങൾക്കൊരു വർക്കുണ്ട്. എന്താണെന്ന് വെച്ചാല് recall a speech that you had made, an act you had performed, or a sport you had participated in. Do you remember the feedback that followed it? It could have been from your parents, teachers, or friends. List the positive and negative points of the feedback. Think about how you felt about the feedback and how you reacted to it. Write your thoughts and feelings in the space given below. എന്നുവെച്ചാൽ എന്താണ്? Recall a speech that you had made, an act you had performed, or a sport you had participated in. നിങ്ങൾ ആദ്യം നേരത്തെയൊക്കെ എന്തെങ്കിലും സ്കൂളുകളിലോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അവതരിപ്പിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു സ്പീച്ച്, ഒരു പ്രസംഗമോ അല്ലെങ്കിൽ ഒരു ഡാൻസ് പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു പാട്ട്, അതൊന്നും നിങ്ങൾ ഇതുവരെ ലൈഫിൽ ഒരു പാട്ട് പോലും ഒരു സ്റ്റേജിൽ പാടാത്തവരോ അല്ലെങ്കിൽ ഒരു സ്പോർട്ട് അല്ലെങ്കിൽ ഒരു ഹൈ ജമ്പോ ലോങ് ജമ്പോ ചെയ്യാത്തവരോ ഒന്നും ആയിട്ട് ആരും കാണത്തില്ല അല്ലെ? അപ്പൊ നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരു സ്പീച്ച്, ഒരു പ്രസംഗം, അല്ലെങ്കിൽ നിങ്ങൾ പെർഫോം ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു ഡാൻസോ പാട്ടോ എന്തെങ്കിലും ഒരു പെർഫോമൻസ്
നിങ്ങളെല്ലാം പങ്കെടുത്തിട്ടുള്ള സ്പോർട്സ് ഐറ്റംസ് ഇതിനെ പറ്റിയൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് ഓർത്തിട്ട് എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡു യു റിമെമ്പർ ദ ഫീഡ്ബാക്ക്. നിങ്ങളിപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുക, ഇപ്പം നിങ്ങൾ ആരെങ്കിലും നിങ്ങളൊരു ഡാൻസ് പെർഫോമൻസ് സ്കൂളിൽ ചെയ്യുന്ന വെച്ചു, ആനിവേഴ്സറിക്കോ എല്ലാം ചെയ്തു. ആ ഡാൻസ് കഴിയുമ്പോൾ എന്തായാലും ആ ഡാൻസിനെ പറ്റി ഒരു ഫീഡ്ബാക്ക് ഉണ്ടല്ലോ. ആളുകൾ വന്ന് അതിനെപ്പറ്റി നല്ല കാര്യങ്ങളും പറയും, ചീത്ത കാര്യങ്ങളും പറയും. ചിലർ പറയും ആ നന്നായിരുന്നു, ഡാൻസ് വളരെ നന്നായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് പറയും. ചിലരെന്ത് പറയും ആ കൊള്ളാം, കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ചെറിയ ചെറിയ ചില പോരായ്മകളുണ്ട് ഡാൻസിൽ, അവിടെ ചെയ്തത് തെറ്റായി പോയി, അല്ലെങ്കിൽ ആ ഡാൻസിൽ അപ്പുറത്ത് കുറച്ചുകൂടെ ആ സ്റ്റെപ്പ് ക്ലിയർ ചെയ്യണമായിരുന്നു എന്ന് പറയും. ചിലർ പറയും നമ്മുടെ കോസ്റ്റ്യൂമിനെ പറ്റി പറയാം, ആ ഡ്രസ്സ് ആ വേഷം ശരിയായില്ല, ഡാൻസ് പെർഫോമൻസിന് അത് കുറച്ച് നന്നാക്കാമായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള നല്ല നല്ല കമന്റ്സും കിട്ടും, നെഗറ്റീവ് മോശമായ കമന്റ്സും നമുക്ക് ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും അല്ലെ. അത് ചിലപ്പോൾ നമ്മുടെ പാരന്റ്സിൽ നിന്ന്, നമ്മുടെ അമ്മയുടെ അടുത്തുനിന്നോ അച്ഛൻ്റെ അടുത്തുനിന്നോ അവരായിരിക്കും ചിലപ്പോൾ പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ മാതാപിതാക്കൾ പറയും വളരെ നന്നായില്ല, കുറച്ചുകൂടെ നന്നാക്കണമായിരുന്നു, അല്ലെങ്കിൽ വളരെ നന്നായിരുന്നു പെർഫോമൻസ് എന്ന് ചിലപ്പോൾ അവര് പറയും. അല്ലെങ്കിൽ എന്താ നമ്മുടെ കൂട്ടുകാർ പറയും, നമ്മുടെ റിലേറ്റീവ്സ് പറയും. അപ്പൊ അങ്ങനെ നിങ്ങൾ നേരത്തെ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു പെർഫോമൻസിന്, ഡാൻസ് ഒന്നായിരിക്കണമെന്നില്ല, പാട്ടാകാം അല്ലെങ്കിൽ ഒരു ഓട്ട മത്സരമാകാം, എന്തോ ഒരു പെർഫോമൻസ് നിങ്ങൾ ചെയ്തതിന് കിട്ടിയ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടുള്ള കമന്റ്സിനെ പറ്റി ആലോചിച്ചിട്ട് അങ്ങനെ ഓരോരുത്തരും നിങ്ങളുടെ പെർഫോമൻസിന് അഭിപ്രായങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ അത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത്, നിങ്ങൾക്ക് എന്താണ് തോന്നിയത്, അഭിപ്രായം കേട്ടപ്പോൾ നിങ്ങൾ എങ്ങനെ അതിനെ പ്രതികരിച്ചു എന്നുള്ളത് നിങ്ങളുടെ ആ ഒരു തോട്ട്സ്, നിങ്ങളുടെ ആ ഒരു ചിന്തയും അപ്പൊ നിങ്ങൾക്കുണ്ടായ ഒരു ഫീലിംഗ് ഈ നമ്മൾ ഈ താഴെ കുറച്ച് സ്പേസ് കൊടുത്തിട്ടുണ്ടോ ആ സ്പേസിൽ എഴുതണം. വർക്ക് എന്താണെന്ന് മനസ്സിലായോ? പണ്ട് നിങ്ങൾ ചെയ്തൊരു പെർഫോമൻസ് മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചിട്ട് അതിന് കിട്ടിയ ഫീഡ്ബാക്ക്, പോസിറ്റീവ് നെഗറ്റീവ് കമന്റ്സ് കിട്ടി. അപ്പം ആ കമന്റ്സ് കിട്ടിയപ്പോൾ നിങ്ങളുടെ തോട്ട് എന്തായിരുന്നു, നിങ്ങൾ എന്താണ് അത് ചിന്തിച്ചത്, നിങ്ങൾ അതിനെ എങ്ങനെ റിയാക്ട് ചെയ്തു. അപ്പൊ ഒരാൾ കൊള്ളില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ശരി അത് ഇതാണ് അങ്ങനെ ആയപ്പോഴെങ്കിൽ അടുത്ത വട്ടം കുറച്ചുകൂടി നന്നാക്കാം എന്നാണോ നിങ്ങൾ പറഞ്ഞത്? അല്ലെങ്കിൽ കൊള്ളില്ല എന്ന് നിങ്ങൾ വിഷമിച്ച് കരഞ്ഞോ, അല്ലെങ്കിൽ നന്നായിട്ട് പറഞ്ഞപ്പോൾ സന്തോഷിച്ചോ? അങ്ങനെയൊക്കെയുള്ള കുറച്ച് നിങ്ങളുടെ തോട്ട്സും ഫീലിങ്സും ഒക്കെ ഈ താഴെ കാണുന്ന സ്പേസിൽ എഴുതിയിട്ട് അടുത്ത ദിവസം എനിക്ക് ഈ സമയം നോട്ട് അയച്ചു തരണം. അത് എഴുതിയിട്ട് അത് ഹോംവർക്ക് കേട്ടോ. അപ്പം കാര്യം മനസ്സിലായില്ല എന്താണെന്ന്? ഓക്കെ. ഇനി അടുത്ത് നമുക്കിപ്പോൾ നമ്മുടെ ചാപ്റ്ററിലേക്ക്, നമ്മുടെ പോയത്തിലോട്ട് പോയാലോ? എല്ലാവരും റെഡിയല്ലേ പഠിക്കാൻ? ഓക്കെ. അപ്പൊ ടീച്ചർ ആദ്യം കുറച്ചിങ്ങനെ വായിച്ചിട്ട് മീനിങ്സ് പറഞ്ഞുതരാം. ഓക്കെ. Once upon a time, a frog croaked away in Winklebog. Every night from dusk to dawn, he croaked on and on and on. Other creatures loathed his voice, but alas, they had no choice. And the grass cacophony blared out from the smart tree, at whose foot the frog each night minstreled on till morning light. എന്താണ് പറയുന്നത്? Once upon a time, a frog croaked away in Winklebog. Winklebog എന്ന് പറയുന്നത് നിങ്ങൾ അങ്ങനെ കേട്ടിട്ടുണ്ടായിട്ടില്ല. Winklebog എന്ന് പറയുന്നത് ആ ഒരു സ്ഥലം. ഒരു കാലത്ത് ഒരു തവള ഒരു Winklebogൽ ജീവിച്ചിരുന്നു കേട്ടോ. Winklebog ഇവിടെ ബോഗിന്റെ അർത്ഥം കൊടുത്തിട്ടുണ്ട്. വെറ്റ് മാർഷി ലാൻഡ് ഓഫ് ഷ്രബ്സ് ആൻഡ് ട്രീ എന്ന് വെച്ചാൽ ഒരു നനഞ്ഞ ചതുപ്പ് നിലം, കുറ്റിച്ചെടികളും വലിയ മരങ്ങളും ഒക്കെ ഉള്ളൊരു നനഞ്ഞ ചതുപ്പ് നിലമാണ് ബോഗ് എന്ന് പറയുന്നത്. അപ്പൊ Winklebog എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അങ്ങനെയുള്ള Winklebogല് ഒരു തവള ഒരു കാലത്ത് ജീവിച്ചിരുന്നു, താമസിച്ചിരുന്നു കേട്ടോ. Once upon a time, a frog croaked away in Winklebog. അപ്പൊ ആ തവള Winklebogൽ ഇരുന്ന് croaked എന്ന് പറഞ്ഞാൽ എന്താ? തവളയെ കഴിച്ചില്ല, കേരളത്തില്. അപ്പൊ അതാണ് croaked. അപ്പൊ തവള ആ Winklebogൽ ഒരു തവള ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഇരുന്ന് തവള ഈ സൗണ്ട് ഉണ്ടാക്കുമായിരുന്നു, തവളയുടെ സൗണ്ട് ഉണ്ടാക്കുമായിരുന്നു. എല്ലാ ദിവസവും രാത്രിയില് സന്ധ്യ മുതൽ പ്രഭാതം വരെ ഈ തവള എന്ത് ചെയ്യുമായിരുന്നു? കണ്ടിന്യൂസ് ആയിട്ട് അത് ക്രോക്ക് ചെയ്യുമായിരുന്നു. ഈ സൗണ്ട് അങ്ങ് പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കുമായിരുന്നു. തവള ഇങ്ങനെ ഈ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുമായിരുന്നു എല്ലാ ദിവസവും സന്ധ്യ മുതൽ പ്രഭാതം വരെ. പിറ്റേ ദിവസം രാവിലെ വരെ ഇത് കണ്ടിന്യൂസ് ഈ ഒരു സൗണ്ട് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുമായിരുന്നു. എവിടെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്? തവള എവിടെയാണ്? Winklebogലാണ് കേട്ടോ. അപ്പൊ Winklebogൽ ഇരുന്ന് ഇതിങ്ങനെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുമായിരുന്നു.
Other creatures loathed his voice, but alas they had no choice. അപ്പം ഈ ബിഗിൾ ബോഗില് തവള മാത്രമല്ലല്ലോ ഉള്ളത്, വേറെ ഒരുപാട് ജന്തുക്കള് ജീവികളൊക്കെ ഇല്ലേ, ഒരുപാട് ജീവികളുണ്ട് അല്ലെ. അപ്പൊ ഈ മറ്റു ജീവികൾക്കെല്ലാം ഈ സൗണ്ട് കേട്ടിട്ട് ഭയങ്കരധികം ലോത്ത് ഹിസ് വോയിസ്, ഇതിന്റെ സൗണ്ടിനെ മറ്റുള്ളവരെല്ലാം വെറുത്തു. കാര്യമില്ല, ഒരു സൗണ്ട് തന്നെ എപ്പോഴും ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക, നമ്മൾ എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും ഒരു സൗണ്ട് ഇങ്ങനെ നിർത്താതെ നമ്മളെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കതൊരു ഡിസ്റ്റർബൻസ് അല്ലേ, നമുക്ക് ആ സൗണ്ട് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യും, നമുക്ക് അരോചകമായിട്ട് തോന്നും, ബുദ്ധിമുട്ടായിട്ട് തോന്നും. അതുപോലെ ഈ ബിഗിൾ ബോഗിലുള്ള മറ്റെല്ലാ ക്രീച്ചേഴ്സിനും ഈ തവളയുടെ സൗണ്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കി, വളരെ അരോചകമായിട്ട് തോന്നി കേട്ടോ. അതർ ക്രീച്ചേഴ്സ് ലോത്ത് ഹിസ് വോയിസ്. ലോത്ത് എന്ന് പറഞ്ഞാൽ ഒരു ന്യൂ വേർഡാണ്. നിങ്ങൾ ലോത്ത് എന്നുള്ള വേർഡ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ലോത്ത് എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് കൊടുത്തേക്കുന്ന കണ്ടോ, ഹേറ്റ്, വെറുക്കുന്നു. ആ സൗണ്ടിനെ മറ്റുള്ള ക്രീച്ചേഴ്സ് എല്ലാം, മറ്റുള്ള ജന്തു ജീവികളെല്ലാം വെറുത്തു. ബട്ട് അലാസ് ദേ ഹാഡ് നോ ചോയ്സ്. അങ്ങനെ അവർക്ക് അവസാനം ഒരു വഴിയും ഇല്ലാതെയായി. ഈ തവള ഇങ്ങനെ, ഈ ഫ്രോഗ് ഇങ്ങനെ, അത് ദിവസവും ഇങ്ങനെ രാത്രിയും എല്ലാം ഇങ്ങനെ കണ്ടിന്യൂസ് അതിങ്ങനെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. അപ്പൊ ഒരു പാട്ട് പാടുന്നത് പോലെ ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കുക, ഈ സൗണ്ട് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ബാക്കിയുള്ള ജീവികൾക്കെല്ലാം വളരെയധികം ഇറിറ്റേറ്റിംഗ് ആയി. ഈ സൗണ്ട് അവര് വെറുത്തു, അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. പക്ഷെ അവർ എന്ത് ചെയ്യാൻ, അവർക്കൊരു ഓപ്ഷനും ഇല്ല. ഈ തവള തൊട്ടിട്ട് ഈ ഫ്രോഗ് തൊട്ട് ഈ സൗണ്ട് നിർത്തുന്നുമില്ല, അവർക്ക് ഒരു ഓപ്ഷനും ഇല്ല. അവരവിടെ വളരെ ബുദ്ധിമുട്ടുമാണ്. ആൻഡ് ക്രാസ് കക്കോഫോണി. ക്രാസ് കക്കോഫോണി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പുറത്ത് കൊടുത്തേക്കുന്നതുണ്ടോ, ഹാർഷ് ജാമിംഗ് ഡിസ്കോർഡിംഗ് സൗണ്ട്, നോയ്സി ആൻഡ് ഇറിറ്റേറ്റിംഗ് ടു ഹിയർ. വളരെ നമുക്ക് ഒരു ഭയങ്കരമായിട്ട് നമ്മുടെ കാതിന്, നമ്മുടെ ചെവിക്ക് ഡിസ്റ്റർബൻസ് ആയിട്ടുള്ള ഒരു സൗണ്ട്. അപ്പൊ അതാണ് ക്രാസ് കക്കോഫോണി എന്ന് പറയുന്നത്, ഒരു ഇറിറ്റേറ്റിംഗ് സൗണ്ട് കേട്ടോ. അപ്പം ആ ഒരു ഇറിറ്റേറ്റിംഗ് സൗണ്ട് അങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. അപ്പൊ ആ ഇറിറ്റേറ്റിംഗ് സൗണ്ട് ബ്ലേഡ് ഔട്ട് ഫ്രം ദ സുമാട്രി. സുമാട്രയിൽ നിന്നാണ് ഈ സൗണ്ട് വരുന്നത്, മനസ്സിലായോ? ഈ സൗണ്ട് സുമാട്രയിൽ നിന്ന് വരുന്നു എന്ന് പറയുമ്പോൾ ഇത് സുമാട്രി ഉണ്ടാക്കുന്ന സൗണ്ട് അല്ല. അപ്പൊ ആ സുമാട്രിയിലാണ് നമ്മുടെ ഈ തവള താമസിക്കുന്നത്. ബെംഗിൾ ബോഗിലുള്ള സുമാട്രിയിലെ ചുവട്ടിലാണ് നമ്മുടെ തവള ഉള്ളത്. അപ്പൊ അവിടെ ഇരുന്നാണ് ഇത് സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നത്. At whose foot the frog each night minstreled of till morning night. അപ്പൊ ഈ സുമാട്രയുടെ ചോട്ടിൽ ഇരുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഈ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. പിറ്റേ ദിവസം ഒരു ദിവസം സന്ധ്യ തൊട്ട് പിറ്റേ ദിവസം രാവിലെ വരെ. മനസ്സിലായിട്ടേ? അപ്പൊ ഇതിനകത്ത് ന്യൂ വേർഡ്സ് ഏതൊക്കെയാണ്? ബോഗ് ഉണ്ട്, ബിഗിൾ ബോഗ്, പിന്നെ ഏതാ, ലോത്ത്, ക്രാസ് കക്കോഫോണി, ഇത്രയും വേർഡ്സ് ഉണ്ട്. ഇതിൽ ബോഗ് എന്താണെന്ന് പറഞ്ഞല്ലോ ഞാന്, വെറ്റ് മാർഷി ലാൻഡ് ഓഫ് ഷ്രബ്സ് ആൻഡ് ട്രീസ്. വെറ്റായിട്ടുള്ള മാർഷി ലാൻഡ് ഓഫ് ഷ്രബ്സ് ആൻഡ് ട്രീസ്. അപ്പൊ ഇവിടെ നനഞ്ഞ ചതുപ്പ് നില, ചെടികളും ട്രീസും ഒക്കെയുള്ള നനഞ്ഞ ചതുപ്പ് നില. പിന്നുള്ളത് ലോത്ത്. ലോത്ത് എന്ന് പറഞ്ഞാൽ ഹേറ്റഡ്, വെറുത്തു. ക്രാസ് കക്കോഫോണി എന്ന് പറഞ്ഞാൽ എന്താ? ഹാർഷ് ഡിസ്കോർഡന്റ് സൗണ്ട്, ഇറിറ്റേറ്റിംഗ് ടു ഹിയർ. നമുക്ക് ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു സൗണ്ട് ആണ്. ഇത്രയും നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കേ. Once upon a time a frog croaked away in Dinglebog. Every night from dusk to dawn he croaked on and on and on. Other creatures loathed his voice, but alas they had no choice. And the crass cacophony blared out from the sumac-tree, at whose foot the frog each night minstreled on till morning night. Okay, right? Okay. Paki. Neither stones nor prayers nor sticks, insults or complaints or bricks stilled the frog's determination. അപ്പം ഈ ഒരു 3 ലൈനിൽ പറയുന്നത്, ഇവര് ഈ പാട്ട്, ഈ ഒരു സൗണ്ട്, ഈ പാട്ട്, തവളയുടെ ഫ്രോഗിന്റെ ഈ പാട്ട് കേട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിട്ട് മറ്റുള്ള ജന്തുക്കൾ, ആ ബിഗിൾബോഗിലുള്ള മറ്റ് ജന്തുക്കളെല്ലാം എന്ത് ചെയ്തു? അവര് കല്ല് വെച്ച് അതിനെ എറിഞ്ഞു നോക്കി, അതിനോട് പ്രേയേഴ്സ് അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്ത് നോക്കി, അത് വടികൾ ഉപയോഗിച്ച് നോക്കി, അതിനെ ഇൻസൾട്ട് ചെയ്തു. ഇത് കൊള്ളില്ല, ഇത് നിർത്തന്ന് പറഞ്ഞ് ആ തവളയെ ഇൻസൾട്ട്, ഫ്രോഗിനെ ഇൻസൾട്ട് ചെയ്ത് നോക്കി. അവര് മറ്റു ജന്തുക്കൾ തമ്മിൽ പരസ്പരം കംപ്ലൈന്റ് ചെയ്തു. എന്നിട്ടൊന്നും ഒരു രക്ഷയുമില്ല. സ്റ്റിൽ ദ ഫ്രോഗ്സ് ഡിറ്റർമിനേഷൻ. അവർക്ക് ഈ ഫ്രോഗിന്റെ ഡിറ്റർമിനേഷൻ എന്ന് വെച്ചാൽ എന്താ? ദൃഢനിശ്ചയം. ഫ്രോഗ് തീരുമാനം എടുത്തിരിക്കുന്നു, അതിങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മറ്റുള്ള ജന്തുക്കൾക്ക് ഒന്നും സാധിച്ചില്ല.
അവരുടെ സ്റ്റോൺ ഉപയോഗിച്ചു, റിക്വസ്റ്റ് ചെയ്തു, എന്ന് വെച്ചാൽ അപേക്ഷിച്ച് നോക്കി, ഒന്ന് നിർത്താമോ എന്ന് അപേക്ഷിച്ച് നോക്കി. അവർ പരസ്പരം കംപ്ലൈന്റ് പറഞ്ഞു. അതുപോലെ അവർ അങ്ങനെ ഒരുപാട് വഴികൾ നോക്കിയിട്ടും ഇത് സ്റ്റിൽഡ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്ഡ്, ഇതിന്റെ ഈ ഒരു പാർട്ട്, ഈ ഒരു സൗണ്ടിനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റിയില്ല. തവളയുടെ ഫ്രോഗിന്റെ ദൃഢനിശ്ചയത്തെ തോപ്പിക്കാൻ പറ്റിയില്ല. മനസ്സിലായോ? നല്ല ഡിറ്റർമിനേഷൻ ഉണ്ട് ഈ ഫ്രോഗിന്. ആ ഒരു ഡിറ്റർമിനേഷനെ, ദൃഢനിശ്ചയത്തെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവർക്ക് ഒന്നിനും കഴിഞ്ഞില്ല. അതാണ് ഈ ഒരു 3 ലൈനിൽ പറയുന്നത്. ബാക്കി But one night, a nightingale in the moonlight, cold and pale, perched upon the sumach tree, casting forth her melody. അപ്പോൾ ഒരു ദിവസം രാത്രി ഒരു നൈറ്റിംഗേൽ, നമ്മുടെ ബേർഡ്, ഈ നൈറ്റിംഗേൽ ഇൻ ദ മൂൺലൈറ്റ് കോൾഡ് ആൻഡ് പെയിൽ, ആ ഒരു രാത്രിയെ വിശദീകരിക്കുന്നതാണ് ആ ഒരു വരിയിലെ. ഇൻ ദ മൂൺലൈറ്റ് കോൾഡ് ആൻഡ് പെയിൽ, വളരെ നിലാവുള്ള ചന്ദ്രന്റെ വെട്ടത്താൽ വളരെ നിലാവുള്ള ഒരു രാത്രി, വളരെ ഇളം തണുപ്പ്, വളരെ കോൾഡ് ആൻഡ് പെയിൽ, ഇളം തണുപ്പുള്ള ഒരു രാത്രിയിൽ ഒരു നൈറ്റിംഗേൽ വന്നു. ഈ നൈറ്റിംഗേൽ എന്ത് ചെയ്തു? പേർച്ച്ഡ് അപ്പോൺ ദ സുമാക് ട്രീ കാസ്റ്റിംഗ് ഫോർത്ത് ഹർ മെലഡി. അപ്പം ഈ സുമാക് ട്രീയിലാണ് നമ്മുടെ ഫ്രോഗ് ഉള്ളത് അല്ലേ? അപ്പൊ ഈ സുമാക് ട്രീയുടെ ഒരു ബ്രാഞ്ചിൽ വന്ന് നമ്മുടെ നൈറ്റിംഗേൽ വന്ന് ഇരുന്നിട്ട് അതതിന്റെ പാട്ട് പാടാൻ തുടങ്ങി. ഓക്കെ. Dumbstruck sat the gaping frog, and the whole admiring boat stared towards the Sumatra, and when she had entered cloud, ducks had swum and herons waded to her as she serenaded. എന്ന് വെച്ചാൽ എന്താണ്? ഈ ഒരു 6 ലൈനില് ഈ ബാക്കിയുള്ള ആ ബിഗിൾ ബോഗിലുള്ള ബാക്കിയുള്ള ജന്തുക്കളുടെയും ഡക്സ് കാണും, വേറെ ഫ്രോഗ്സ് കാണും, ഫിഷ് കാണും, ഒക്കെ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഉള്ള മറ്റ് ജീവികളുടെയൊക്കെ റിയാക്ഷൻ ആണ് ഈ ഒരു 4 ലൈനിൽ കൂടെ പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ ഈ ഇപ്പൊ നമ്മൾ എവിടെയാ ഈ നൈറ്റിംഗേൽ പാട്ട് പാടുന്നിടത്താണ് നിർത്തിയത് നമ്മൾ പറഞ്ഞത് അല്ലെ? നൈറ്റിംഗേൽ നമ്മുടെ സുമാക് ട്രീയിൽ വന്നിരുന്ന അതിന്റെ മെലഡി പാടുക, ഒരു പാട്ട് പാടുവാണ്, അതിന്റെ മനോഹരമായ വോയിസിൽ പാട്ട് പാടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ പാട്ട് കേട്ടപ്പം നമ്മുടെ ആ ബിഗിൾ ബോഗിന് നമ്മുടെ ഈ ഫ്രോഗ് ഉണ്ട്, ഈ ഫ്രോഗ് ഉൾപ്പെടെയുള്ള ബാക്കി എല്ലാ ജീവികളുടെയും റിയാക്ഷൻ എന്താണ്, പ്രതികരണം എന്താണ് എന്നുള്ളതാ ഈ ഒരു 5-6 ലൈനിൽ കൂടെ പറയുന്നത്. Dumbstruck sat the gaping frog, and the whole admiring boat stared towards the sumac craft, and when she had entered craft. എന്ന് വെച്ചാൽ എന്താണ്? Dumbstruck എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീച്ച്ലെസ്. സൈഡിൽ കൊടുത്തിട്ടുണ്ട് dumbstruck, സ്പീച്ച്ലെസ്, സംസാരിക്കാൻ പോലും പറ്റാതെ, അടഞ്ഞു പോയെന്നൊക്കെ പറയത്തില്ലേ? ഇപ്പം നമ്മുടെ ഈ നൈറ്റിംഗേലിന്റെ പാട്ട് കേട്ടിട്ട് തവള ഫ്രോഗിനൊന്നും പറയാൻ പറ്റാതായി. ഫ്രോഗ് വളരെ ഷോക്ക്ഡായി, വളരെ ഷോക്കായിട്ട് കണ്ണൊക്കെ ഇങ്ങനെ അന്തിച്ച് ഭയങ്കര വായൊക്കെ തുറന്നിങ്ങനെ ഇതിന്റെ പാട്ട് കേട്ടിങ്ങനെ മതിമാനം ഇങ്ങനെ കേട്ടിരിക്കുകയാണ്. മനോഹരമായ പാട്ട് കേട്ട് ഇങ്ങനെ ആ നൈറ്റിംഗേലിനെ തന്നെ ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റെയർഡ് ടുവേർഡ്സ് ദ സുമാക്. അപ്പം ഈ നമ്മുടെ തവളയും നമ്മുടെ ഫ്രോഗും ബാക്കിയുള്ള എല്ലാവരും, ബാക്കിയുള്ള ആ ബിഗിൾ ബോഗിലുള്ള എല്ലാവരും ഈ ഒരു നമ്മുടെ ഈ നൈറ്റിംഗേലിന്റെ മെലോഡിയസ് ആയിട്ടുള്ള ഒരു സോങ് കേട്ടിട്ട് അങ്ങനെ അതിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് റാപ്റ്റ് എന്നൊരു വാക്കുണ്ട് ഇവിടെ. സുമാക് റാപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റാപ്റ്റ് എന്ന് പറഞ്ഞാൽ ഡീപ്ലി എൻറാപ്ചേർഡ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ വളരെയധികം ഇൻട്രസ്റ്റഡ് ആണ്, വളരെ താല്പര്യത്തോടുകൂടി, അല്ലെങ്കിൽ വളരെയധികം ആ പാട്ടിലൊന്ന് മുഴുകി എന്നുള്ള അർത്ഥം. പാട്ടിൽ മുഴുകിയിരിക്കുകയാണ്. ആൻഡ് വെൻ ഷി ഹാഡ് എൻജോയ്ഡ് ക്ലാപ്ഡ്. അപ്പൊ ഈ ഒരു പാട്ട് അവസാനിച്ചപ്പോൾ എല്ലാവരും ക്ലാപ്പ് ചെയ്തു. ക്ലാപ്പ് ചെയ്യാന്ന് വെച്ചാൽ കൈയടിച്ച് ഇങ്ങനെ കൈകൊട്ടി എല്ലാവരും ക്ലാപ്പ് ചെയ്തു. Ducks had swum and herons waded to her as she serenaded. നമ്മുടെ ഡക്സ് ഒക്കെ നീന്തി കയറി. അതുപോലെ ഹെറോൺസ് ഒക്കെ മറ്റൊരു വാട്ടർ ബേർഡ് ആണ്. ഈ ഹെറോൺസ് ഒക്കെ ഈ സുമാക് ട്രീയിൽ അടുത്തോട്ട്, ഈ നമ്മുടെ നൈറ്റിംഗേൽ ഇരിക്കുന്ന സുമാക് ട്രീയിൽ അടുത്തോട്ട് പോയി. അപ്പൊ അങ്ങനെ to her as she serenaded. Serenaded എന്ന് പറഞ്ഞാൽ എന്താണ്? A musical performance given to honor someone or express love. ഒരു ലവ് എക്സ്പ്രസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരാളോടുള്ള ഒരു ബഹുമാനാർത്ഥം, അല്ലെങ്കിൽ ഒരാളോടുള്ള സ്നേഹം കാണിക്കാൻ വേണ്ടിയൊക്കെ പാട്ട് പാടുന്നു. അല്ലെങ്കിൽ
അതിന് വേണ്ടിയിട്ട് ഒരു മ്യൂസിക് പെർഫോം ചെയ്യുന്നു. അതാണ് സെറനൈഡ്. അപ്പൊ ഇവിടെ നമ്മുടെ ഡക്സ് ഒക്കെ നീന്തി കയറി ഹെറോൺസ് ഒക്കെ നമ്മുടെ നൈറ്റിംഗേലിന്റെ അടുത്തോട്ട് പോവാണ് ഇതിന്റെ ഈ മനോഹരമായ പാട്ട് കേട്ടിട്ട്. അത്ര മനസ്സിലായല്ലോ? And a solitary loon wept beneath the summer moon. അപ്പോൾ ഒരു സോളിറ്ററി ലൂൺ എന്ന് പറഞ്ഞാൽ ഇവിടെ സോളിറ്ററി ലൂൺ എന്ന് പറഞ്ഞാൽ ലൂണിന്റെ അർത്ഥം എ ലാർജ് ഫിഷ് ബേർഡ് ഫൗണ്ട് ഇൻ നോർത്ത് അമേരിക്ക. നോർത്ത് അമേരിക്കയിൽ കാണുന്ന ഒരു ഫിഷിനെയൊക്കെ ഈറ്റ് ചെയ്യുന്ന ഒരു വാട്ടർ ബേർഡ് ആണ് കേട്ടോ. ഇവിടെ സോളിറ്ററി ലൂൺ എന്ന് പറഞ്ഞ ഒരു വാട്ടർ ബേർഡ് ആണ്. ഈ വാട്ടർ ബേർഡ് wept beneath the summer moon. സമ്മർ മൂൺ എന്ന് പറഞ്ഞാൽ സമ്മറിലെ ചന്ദ്രൻ, വേനൽക്കാലത്തെ ചന്ദ്രൻ. അതിന്റെ കീഴിൽ മൂണിങ്ങനെ വളരെ ഇതായിട്ട് ആകാശത്തുണ്ട്. അപ്പൊ അതിന്റെ താഴെ ഉള്ള ഈ നമ്മുടെ വാട്ടർ ബേർഡിൽ സോളിറ്ററി ലൂണ് എന്ത് ചെയ്തു? വീപ്പ് ചെയ്ത് എന്ന് വെച്ചാൽ എന്താ, വിങ്ങി കരഞ്ഞു. കരയത്തില്ലേ? അപ്പൊ അങ്ങനെ കരഞ്ഞത് എന്തുകൊണ്ടാ? പാട്ട് കേട്ടിട്ട് ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ടൊക്കെ പറയത്തില്ലയോ? ഈ പാട്ട് കേട്ട് വളരെയധികം സന്തോഷം വന്നിട്ടത് അത് കരഞ്ഞു. ആ സമ്മർ മൂണിന്റെ കീഴിൽ കരഞ്ഞു. അപ്പൊ അതാണ് പറയുന്നത്. അത്ര മനോഹരമായ ഒരു പാട്ടാണ് നമ്മുടെ നൈറ്റിംഗേൽ പാടിയത്. ഇത്രയും കാര്യം മനസ്സിലായോ? ആദ്യം തൊട്ട് ഇത്രയും വരി വരെ മനസ്സിലായില്ലെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കണം. വിളിക്കും, ടീച്ചറുടെ അടുത്ത് വിളിച്ചു കേട്ടോ. Toads and tails and chitters captured by her voice cheered on enraptured, bravo, too divine, encore. So the nightingale once more, quite unused to such applause, sang till down without a pause. എന്താണത്? അപ്പം ടോഡ്സ് ആൻഡ് ടീൽസ് ആൻഡ് ചിഡ്ലേഴ്സ്, ചെറിയ ചെറിയ കൊച്ചു തവളകള്. ടീൽസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്മോൾ ഡക്ക്. ചിഡ്ലേഴ്സ് എന്ന് പറഞ്ഞാൽ സൈഡിൽ കൊടുത്തിട്ടുണ്ട് വെരി സ്മോൾ തിങ്സ്, ചെറിയ ചെറിയ ഫിഷ്, കുഞ്ഞൻ ഫിഷ് പോലെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ. ക്യാപ്ചേർഡ് ബൈ ഹർ വോയിസ് ചിയർഡ് ഓൺ എൻറാപ്ചേർഡ്. ഇതിലെ പാട്ട് കേട്ടിട്ട് വളരെയധികം ആഹ്ലാദിച്ചു. നമ്മൾ ഭയങ്കര സന്തോഷത്തിൽ പൊതിഞ്ഞു അല്ലെ ആഹ്ലാദിച്ചു എന്നൊക്കെ പറയുന്നത്. അതാണ് ചിയർഡ് എൻറാപ്ചേർഡ് എന്ന് പറഞ്ഞാൽ. ചിയർഡ് ഓൺ എൻറാപ്ചേർഡ്, അങ്ങനെ സന്തോഷിച്ചിട്ട്. ബ്രാവോ, ടു ഡിവൈൻ, എൻകോർ എന്ന് വെച്ചാൽ എന്താ? ടു ഡിവൈൻ, വളരെ ദിവ്യമായ പാട്ടാണ്, വളരെ മനോഹരമായ പാട്ടാണ്. എൻകോർ എന്ന് പറഞ്ഞാൽ എന്താ? റിക്വസ്റ്റഡ് ടു റിപ്പീറ്റ് ദ സോങ്. ആ ഒരു പാട്ട് പാടാൻ വേണ്ടിയിട്ട് പിന്നെയും ഈ നൈറ്റിംഗേലിനോട് ഈ ടോഡ്സും ടീൽസും ചിഡ്ലേഴ്സും ഒക്കെ റിക്വസ്റ്റ് ചെയ്തു കേട്ടോ. പിന്നെയും ഈ പാട്ട് ഒന്നുകൂടെ ഒന്ന് പാടുമോ എന്ന് ചോദിച്ചുകൊണ്ട് റിക്വസ്റ്റ് ചെയ്ത് വളരെ ദിവ്യമായ പാട്ടൊന്ന് പാടാമോ എന്ന് ചോദിച്ചു. So the nightingale once more, quite unused to such applause, sang till down without a pause. പിന്നെ നൈറ്റിംഗേൽ എന്ത് ചെയ്തു? ഇവരുടെ ഈ കരഘോഷങ്ങളും ഇവരുടെ സന്തോഷവും ഒക്കെ കണ്ടപ്പോൾ നൈറ്റിംഗേൽ എന്ത് ചെയ്തു? റിക്വസ്റ്റിനെ ആൻസർ ചെയ്തിട്ട് അപേക്ഷിച്ചില്ലേ, ഒന്നും കൂടി പാട്ടൊന്ന് പാടാമോ, എനിക്കോ ഒന്ന് പാടാമോ ചോദിച്ചില്ലേ? അപ്പൊ നമ്മുടെ നൈറ്റിംഗേൽ പിന്നെ അന്ന് രാത്രി തൊട്ട് വെളുപ്പിനെ വരെ ഒന്നും ഒരു ബ്രേക്ക് പോലും ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് പിന്നെയും പാടാൻ പറ്റും. ഓക്കെ, മനസ്സിലായില്ലേ? അത്രേ പുതിയ വേർഡ്സ് ഒക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നണ്ട. സൈഡിൽ എല്ലാത്തിന്റെയും മീനിങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട്. കുറച്ച് തവണ ഇത് വായിച്ചു കഴിയുമ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നും കേട്ടോ. Next night, when the nightingale shook her head and pitched her tail, closed an eye and fluffed a wing, and had cleared her throat to sing, she was startled by a croak. പിറ്റേ ദിവസം രാത്രി നമ്മുടെ നൈറ്റിംഗേൽ എന്ത് ചെയ്തു? തലയൊക്കെ ഇങ്ങനെ കുലുക്കി, വാലൊക്കെ ചുരുട്ടി, ചിറകൊക്കെ ഒന്ന് മാറ്റിയൊക്കെ ഒന്ന് പറത്തിയൊക്കെ എന്ത് ചെയ്തു? ഒന്നുകൂടെ പാട്ട് പാടാനായിട്ട് പിറ്റേ ദിവസം രാത്രി പാടാൻ വേണ്ടി തുടങ്ങി. പാടാൻ വേണ്ടി ഇങ്ങനെ ഒരു മുന്നൊരുക്കങ്ങൾ എന്നൊക്കെ പറയുന്നത് പോലെ തലയൊക്കെ ഒന്ന് കുലുക്കി, വാലൊക്കെ ഒന്ന് ചുരുട്ടി, അതുപോലെ ഫ്ലഫ്ഡ് എവിങ്, ചിറകൊക്കെ ഇങ്ങനെ ഒന്ന് പറത്തി ഒക്കെ നോക്കി. അത് നന്നായിട്ട് ത്രോട്ട് ക്ലിയർ ചെയ്തു. ത്രോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ തൊണ്ട. നമ്മൾ പാട്ടൊക്കെ പാടാൻ പോകുമ്പോൾ ആദ്യം നമ്മൾ തൊണ്ടയൊക്കെ ക്ലിയർ ചെയ്ത് എന്നൊക്കെ വെച്ചാൽ, അപ്പൊ അതുപോലെ തന്നെ ത്രോട്ടൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് ഒന്ന് പാട്ട് പാടാൻ വേണ്ടിയിട്ട് അത് റെഡി ആവും. അങ്ങനെ ഇത് റെഡി ആയിക്കൊണ്ട് പാടാൻ വേണ്ടിയിട്ട് തുടങ്ങാൻ പോയപ്പോൾ ഷി വാസ് സ്റ്റാർട്ടഡ് ബൈ ക്രോക്ക്. ഒരു ബഹളം, ഒരു കോലാഹലം, ഒരു ബഹളം അവിടെ കേട്ടു. അപ്പം ബഹളം കേട്ടെടുത്തോണ്ട് നോക്കിയിട്ട് ഒരു ക്രോക്കിംഗ് സൗണ്ട്, ഒരു ക്രോക്ക് ആണ് കേട്ടത്. ഒരു ബഹളം കേട്ടപ്പോൾ നമ്മുടെ നൈറ്റിംഗേൽ ചോദിക്കുകയാണ്, സോറി, was that you who spoke? She inquired when the frog hopped towards her from the bog. അപ്പം ഈ ബോഗിൽ നിന്ന് തന്നെ ലക്ഷ്യമാക്കി കുതിച്ച് ചാടാൻ തുടങ്ങിയ തവളയോട് നമ്മുടെ നൈറ്റിംഗേൽ ചോദിക്കുകയാണ്, സോറി, was that you who spoke? നിങ്ങളാണ് ഇവിടെ സംസാരിച്ചത്? നിങ്ങളാണ് ഇവിടെ ബഹളം ഉണ്ടാക്കിയത്?
എന്ന് നമ്മുടെ നൈറ്റിംഗൽ ആരോടാ ചോദിക്കുന്നത്? ഫ്രോഗിനോട് ചോദിക്കുകയാണ്. ഫ്രോഗ് എന്ത് ചെയ്യുക? ഫ്രോഗ് നൈറ്റിംഗലിന്റെ സുമാട്രയുടെ മുകളിൽ ഇരിക്കുന്ന നൈറ്റിംഗലിന്റെ അടുത്തോട്ട് ഇങ്ങനെ ചാടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡിയായി നിൽക്കുവാണ്. അപ്പം ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഫ്രോഗിനോട് നമ്മുടെ നൈറ്റിംഗൽ ചോദിക്കുകയാണ്, സോറി, വാട്സ് ദാറ്റ് യു യൂസ് ഫോർ? നിങ്ങളാണ് ഇവിടെ സംസാരിച്ചത്, നിങ്ങളാണ് ഇവിടെ ബഹളം വെച്ചത് എന്ന് ഇങ്ങനെ ഭയങ്കര ഇടയോട് ചോദിക്കുകയാണ്. അപ്പൊ നമ്മുടെ തവള പറയാണ്, യെസ്, ദ ഫ്രോഗ് റിപ്ലൈഡ്, യു സീ, I am the frog who owns this tree. In this box, I have been known for my splendid baritone, and of course, I wield my pen for both trumpet now and then. ഫ്രോഗ് ഭയങ്കര ഒരു അഹംഭാവത്തോടുകൂടി പറയുകയാണ്, യെസ്, ഞാൻ തന്നെയാണ് ഇവിടെ സംസാരിച്ചത്. യു സീ, ഐ എം ദി ഫ്രോഗ് ഹു ഓൺസ് ദിസ് ട്രീ. നിനക്കറിയാമോ, നീ കാണുന്നുണ്ടോ, ഞാനാണ് ഈ സുമാട്രിയുടെ ഉടമസ്ഥൻ. ഞാനാണ് ഈ സുമാട്രിയുടെ വർഷങ്ങളായിട്ട്, അല്ലെ ഒരുപാട് കാലമായിട്ട് ഞാനാണ് ഈ സുമാട്രിയുടെ ഉടമസ്ഥൻ. നിനക്കറിയാമോ, നീ കാണുന്നുണ്ടോ? ഐ എം ദി ഫ്രോഗ് ഹു ഓൺസ് ദിസ് ട്രീ. ഇൻ ദിസ് ബുക്ക് ഐ ഹാവ് ബീൻ നോൺ ഫോർ മൈ സ്പ്ലെൻഡിഡ് ബാരിറ്റോൺ. നിനക്കറിയാമോ, ഈ ഒരു ബോഗില് ഈ വളരെ എക്സെപ്ഷണൽ വോയിസ് ഉള്ള ഒരാളാണ് ഞാൻ. എന്ന് വെച്ചാൽ എന്താണ് എക്സെപ്ഷണൽ വോയിസ്? ബി നോട്ട് ഫോർ മൈ സ്പ്ലെൻഡിഡ് ബാരിറ്റോൺ. സ്പ്ലെൻഡിഡ് ബാരിറ്റോൺ എന്ന് പറഞ്ഞാല് ഒരു എക്സെപ്ഷണൽ എന്ന് വെച്ചാൽ ഒരു വളരെ മനോഹരമായ ഒരു സൗണ്ട്, വ്യത്യസ്തമായ ഒരു സൗണ്ട് എന്നൊക്കെ പറയും. വളരെ നല്ലൊരു സൗണ്ടിന്റെ ഉടമ എന്നാണ്. അപ്പൊ ബാരിറ്റോണിന്റെ അർത്ഥം സൈഡിൽ കൊടുത്തിട്ടുണ്ട്. എ മെയിൽ സിംഗർ ഓർ മെയിൽ വോയിസ് വിത്ത് എ ഗുഡ് സൗണ്ട് റേഞ്ചിങ് ഫ്രം ലോ ടു ഹൈ നോട്ട്സ്. ലോ നോട്ട്സ് തൊട്ട് ഹൈ നോട്ട്സ് വരെ വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു മെയിൽ സിംഗറിനെയാണ് നമ്മൾ ബാരിറ്റോൺ എന്ന് പറയുന്നത്. മൈ സ്പ്ലെൻഡിഡ് ബാരിറ്റോൺ. തവള പറയാണ്, നിനക്കറിയാമോ, ഞാനാണ് ഈ ബോധത്തിലെ ഏറ്റവും വളരെ വലിയൊരു പാട്ടുകാരൻ. അല്ലെങ്കിൽ എന്റെ സൗണ്ട് കൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് വ്യത്യസ്തനായ ഒരാളാണ്. ഞാൻ വളരെ മനോഹരമായ സൗണ്ട് ഉള്ള ഒരാളാണ്, നന്നായി പാട്ട് പാടുന്ന ഒരാളാണ്. ഫോർ മൈ സ്പ്ലെൻഡിഡ് ബാരിറ്റോൺ ആൻഡ് ഓഫ് കോഴ്സ് ഐ വീൽ മൈ പെൻ ഫോർ ബോത്ത് ട്രംപറ്റ് നൗ ആൻഡ് ദെൻ. ട്രംപറ്റ് നൗ ആൻഡ് ദെൻ. അതുപോലെ തീർച്ചയായിട്ടും ഞാൻ എന്റെ ഈ വീൽ മൈ പെൻ, ഞാനെന്റെ പേന യൂസ് ചെയ്ത് ഈ ബോബ് ട്രംപറ്റ് എന്ന് ഇവിടെ പറയുന്നത് നമ്മുടെ ബിങ്കിൾ ബോബിലുള്ള ഒരു മാഗസിനാണ് കേട്ടോ. ബിങ്കിൾ ബോബിലുള്ള ഒരു മാഗസിനാണ് ബോബ് ട്രംപറ്റ്. ഈ ബോബ് ട്രംപറ്റ് മാഗസിന് വേണ്ടിയിട്ട് ഞാൻ എന്റെ പേന യൂസ് ചെയ്യുന്നതാണ്. ഞാനിപ്പോ ബോബ് ട്രംപറ്റ് മാഗസിന് വേണ്ടിയിട്ട് എഴുതുന്ന ആളാണ് എന്നൊക്കെ ഈ തവള ഇങ്ങനെ ഭയങ്കര അഹംഭാവത്തോടു കൂടി ഈ നൈറ്റിംഗലിനോട് പറയുക. അപ്പം നമ്മുടെ നൈറ്റിംഗൽ ചോദിക്കുക, ഡിഡ് യു ലൈക്ക് മൈ സോങ്? നിനക്ക് എന്റെ പാട്ടൊക്കെ ഇഷ്ടപ്പെട്ടോ? അപ്പം ഫ്രോഗ് റിപ്ലൈ ചെയ്യാം, നോട്ട് ടു ബാഡ് ബട്ട് ഫാർ ടു ലോങ്. ദ ടെക്നിക് വാസ് ഫൈൻ ഓഫ് കോഴ്സ് ബട്ട് ഇറ്റ് ലാക്ക്ഡ് എ സർട്ടൻ ഫോഴ്സ്. കേട്ടോ, നിന്റെ പാട്ട് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ബട്ട് ഫാർ ടു ലോങ്, വളരെ വളരെ ലെങ്തി ആയിരുന്നു, ഒത്തിരി ഉണ്ടായിരുന്നു പാട്ട്. ദ ടെക്നിക് വാസ് ഫൈൻ ഓഫ് കോഴ്സ് ബട്ട് ഇറ്റ് ലാക്ക്ഡ് എ സർട്ടൻ ഫോഴ്സ്. ടെക്നിക് ഒക്കെ നന്നായിരുന്നു, സൗണ്ട് ഒക്കെ നന്നായിരുന്നു, എല്ലാം നന്നായിട്ട്, പക്ഷെ ഇത് ലാക്ക്ഡ് എ സർട്ടൻ ഫോഴ്സ്, ഒരു ഫോഴ്സ് ഒന്നും ഇല്ലായിരുന്നു പാട്ടിന്. ഇങ്ങനെ വളരെ നിസ്സാരമായിട്ട് നമ്മുടെ തവള ഫ്രോഗ് പറയുക. ഓ, നൈറ്റിംഗൽ കൺഫെസ്ഡ്. അപ്പൊ നൈറ്റിംഗൽ നമ്മുടെ ഫ്രോഗ് പറഞ്ഞെല്ലാം അഡ്മിറ്റ് ചെയ്തു, ഒന്ന് അംഗീകരിച്ചു. ഓ എന്ന് പറയുക നൈറ്റിംഗലെ, ടു അഡ്മിറ്റ് ദ ട്രൂത്ത്. തവള ഫ്രോഗ് പറഞ്ഞൊക്കെ സത്യമാണെന്ന് വെച്ച് നൈറ്റിംഗൽ അതൊന്ന് അംഗീകരിച്ചു, ഓ എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ നമ്മുടെ നൈറ്റിംഗൽ വിചാരിച്ചിരിക്കുന്നത് ഈ ഫ്രോഗ് എന്ന് പറയുന്നത്, ഫ്രോഗ് പറഞ്ഞില്ലേ എക്സെപ്ഷണൽ, വളരെ മനോഹരമായ സ്പ്ലെൻഡിഡ് ബാരിറ്റോൺ, ഞാൻ വളരെ വ്യത്യസ്തമായ ഒരു സൗണ്ട് ഒക്കെ ഉള്ള ഒരാളാണ്, എനിക്കെല്ലാം പാട്ടൊക്കെ പാടാൻ പറ്റും, ഈ സുമാട്രയുടെ ഓണർ ഞാനാണ് എന്നൊക്കെ പറഞ്ഞപ്പം നമ്മുടെ നൈറ്റിംഗൽ വിചാരിച്ചു യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ഫ്രോഗ് എന്ന് പറയുന്നത് ഒരുപാട് കഴിവുള്ള ആളാണ്, വളരെ വലിയൊരു മ്യൂസീഷ്യൻ ആണ്, ഒരു സിംഗർ ആണ് എന്നൊക്കെ വിചാരിച്ചിരിക്കുക ഈ നൈറ്റിംഗൽ. അപ്പൊ നൈറ്റിംഗൽ തവള ഫ്രോഗ് ഇങ്ങനെ ഇതിന്റെ പാട്ട് ഒത്തിരി നോട്ട് ടു ബാഡ് ബട്ട് ഫാർ ടു ലോങ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ വിശ്വസിച്ച് അതങ്ങ് അഡ്മിറ്റ് ചെയ്തു, അംഗീകരിച്ചു ഫ്രോഗ് പറഞ്ഞ കാര്യങ്ങളെല്ലാം. ഓ എന്ന് പറഞ്ഞു. Greatly flattered and impressed that a critic of such note had discussed her art and prose. I don't think the song's divine, but oh well, at least it's mine. അപ്പം ഗ്രേറ്റ്ലി ഫ്ലാറ്റേർഡ് എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റേർഡ്, പ്ലീസ്ഡ് എന്ന് പറഞ്ഞാൽ വളരെ ഹാപ്പി, വെരി ഹാപ്പി എന്നൊക്കെ പറയും. അപ്പൊ ഈ ഫ്രോഗിന്റെ വാക്കുകൾ കേട്ട നൈറ്റിംഗൽ വളരെയധികം ഹാപ്പിയായി, വളരെ സന്തോഷിച്ചു. കാര്യം ഇത്രയും വലിയൊരു മ്യൂസീഷ്യൻ, ഇത്രയും വലിയൊരു സിംഗർ ആണല്ലോ എന്നെ പറ്റി അഭിപ്രായം പറഞ്ഞത്, ഇത്രയും വലിയൊരാളാണല്ലോ ഈ ഫ്രോഗ്. അപ്പൊ ഇത്രയും വലിയൊരു ആള് എന്റെ പാട്ടിനെ പറ്റി ഒരു അഭിപ്രായം പറഞ്ഞല്ലോ.
അപ്പൊ അതുകൊണ്ട് ഈ നമ്മുടെ നൈറ്റിംഗേൽ ഭയങ്കരമായിട്ട് പ്ലീസ്ഡ് ആയി, ഭയങ്കര ഹാപ്പി ആയി, ഫ്ലാറ്റേഡ് ആൻഡ് ഇംപ്രസ്ഡ്, വളരെയധികം താല്പര്യം തോന്നി നമ്മുടെ പ്രോഗ്രാം. ദാറ്റ് എ ക്രിട്ടിക് ഓഫ് സച്ച് നോളജ്. ആൻഡ് നമുക്ക് നൈറ്റിംഗേൽ വിചാരിക്കുക ഇത്രയൊക്കെ എന്റെ പാട്ടിനെ പറ്റി പറഞ്ഞ ആൾക്കാര് എന്റെ കലയെ പറ്റിയും എന്റെ തൊണ്ട, എന്റെ ത്രോട്ടിനെ പറ്റിയും ഒക്കെ സംസാരിച്ചില്ലേ, അപ്പൊ അങ്ങനെയൊക്കെ ഡിസ്കസ് ചെയ്യില്ലയോ എന്ന് ഓർത്ത് നൈറ്റിംഗേൽ സ്വന്തമായിട്ട് വളരെയധികം സന്തോഷിക്കുകയാണ്. കാര്യം നൈറ്റിംഗേൽ വിചാരിക്കുന്നത് ഈ ഫ്രോഗ് ഭയങ്കരമായ ഒരു പാട്ടുകാരനാണ്, എല്ലാം അറിയാവുന്ന ഒരാളാണെന്ന് വിചാരിച്ച് നൈറ്റിംഗേൽ സന്തോഷിക്കുക. ഇത്രയും വലിയൊരാള് എന്നെ പറ്റി അഭിപ്രായം പറഞ്ഞില്ലേ എന്ന് ഓർത്ത്. ഐ ഡോണ്ട് തിങ്ക് ദ സോങ്സ് ഡിവൈൻ. ഞാൻ ചിന്തിക്കുന്നില്ല ഈ പാട്ട് അത്ര മനോഹരമായി, അത്ര ദിവ്യമായതാണെന്നൊന്നും ചിന്തിക്കുന്നില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് ഇറ്റ്സ് മൈ, എന്റെ കമ്പോസിഷൻ അല്ലേ, ഞാൻ തന്നെ എന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തത്, ഞാൻ തന്നെ എന്റെ കമ്പോസ് ചെയ്തതും പാടിയതും ഒക്കെ, അറ്റ്ലീസ്റ്റ് ഇത് എന്റെ തന്നെയാണല്ലോ എന്നിങ്ങനെ ആശ്വസിക്കുകയാണ് നമ്മുടെ നൈറ്റിംഗേൽ. അപ്പൊ ഇത് ഇത്രയും മതി കേട്ടോ. ഇതൊരു വലിയ പോയമാണ്. അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. നിങ്ങൾക്ക് ഞാൻ ഇത്രയും പഠിപ്പിച്ചത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ കുറേ വട്ടം ഈ പാടിയ പോയം ഒന്ന് പാടി നോക്കണം കേട്ടോ. ഇതിനകത്ത് ഒരുപാട് ന്യൂ വേർഡ്സ് ഒക്കെ ഉണ്ട്. ഈ ന്യൂ വേർഡ്സ് ഒക്കെ സൈഡിൽ അതിന്റെ മീനിങ് കൊടുത്തിട്ടുണ്ട്. ഈ ന്യൂ വേർഡ്സ് ഒക്കെ നിങ്ങളൊന്ന് എഴുതി ബുക്കിലോട്ട് ഫസ്റ്റ് ചാപ്റ്റർ 1 ദ ഫ്രോഗ് ആൻഡ് ദ നൈറ്റിംഗേൽ എഴുതിയിട്ട് ന്യൂ വേർഡ്സ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ട് ഈ വേർഡ്സും അതിന്റെ മീനിങ്ങും എഴുതണം. എഴുതി വെച്ചിട്ട് എവിടെ വരെ എഴുതേണ്ടത്? നമ്മൾ ഇത്രയും പഠിച്ചപ്പം അവിടെ സൈഡില് ക്രിട്ടിക് ഒക്കെ കണ്ടോ? ക്രിട്ടിക് ആർട്ട് ആൻഡ് ത്രോട്ട് പേജ് നമ്പർ 11 ആർട്ട് ആൻഡ് ത്രോട്ട് വരെ കണ്ടോ? അവിടെ വരെയുള്ള ന്യൂ വേർഡ്സും അതിന്റെ മീനിങ്സും എഴുതണം. എഴുതിയിട്ട് പഠിക്കണം. പഠിച്ചിട്ട് അടുത്ത ദിവസം ടീച്ചറിന് എഴുതിയിട്ട് അയച്ചു തരണം കേട്ടോ. ഇതെല്ലാം അയച്ചു തരണം. പിന്നെ വേറെ എന്താ ഈ ന്യൂ വേർഡ്സ് എന്ന് പറയണോ? ഫസ്റ്റ് വേണ്ട ബോഗ്, വെറ്റ് മാഷി ലാൻഡ് ഓഫ് ഷ്രബ്സ് ആൻഡ് ട്രീ, ഒരു നനഞ്ഞ ചതുപ്പ് നിലം എന്നുള്ള അർത്ഥമേ ഉള്ളൂ. മിൻസ്ട്രൽ എന്ന് പറഞ്ഞാൽ മിൻസ്ട്രൽ മീൻസ് എ മ്യൂസീഷ്യൻ യൂസ്ഡ് ആസ് എ വെർബ് ടു എക്സ്പ്രസ് ആക്ഷൻ ഓഫ് സിംഗിങ്. ഒരു പാട്ട് പാടുന്ന ആള് ഒരു മ്യൂസീഷ്യൻ എന്നുള്ള ഒരു അർത്ഥമാണ്. ലോത്ത് എന്ന് പറഞ്ഞാൽ ഹേറ്റ്, വെറുപ്പ്. ക്രാസ് കെക്കോഫോണി എന്താ? ഹാർഷ്, ജാറിംഗ്, ഡിസ്കോർഡന്റ് സൗണ്ട്, നോയ്സി ആൻഡ് ഇറിറ്റേറ്റിംഗ് ടു ഹിയർ. നമുക്ക് അരോചകമായ ഒരു നോയ്സ്, ഭയങ്കരമായിട്ടുള്ളൊരു സൗണ്ട്. സ്റ്റിൽഡ്, സ്റ്റോപ്ഡ്, നിർത്തുക. ഡംസ്ട്രക്ക് എന്താ? സ്പീച്ച്ലെസ്, സംസാരിക്കാൻ പോലും പറ്റാതെ. സെറനേഡോ, എ മ്യൂസിക്കൽ പെർഫോമൻസ് ഗിവൻ ടു ഓണർ സമ്മൺ ഓർ എക്സ്പ്രസ് ലവ്. ലവിനെ എക്സ്പ്രസ് ചെയ്യാനോ ഒരാളെ ഓണർ ചെയ്യാനോ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മ്യൂസിക്കൽ പെർഫോമൻസ്. സോളിറ്ററി, ലോൺലി, ഏകാന്തമായി. ടിഡിലേഴ്സ് എന്ന് പറഞ്ഞാൽ വെരി സ്മോൾ തിങ്സ്, ചെറിയ ജീവങ്ങൾ. എൻകോർ, എ റിക്വസ്റ്റ് ഫോർ റിപ്പീറ്റിംഗ് ദ സോങ് ഓർ പെർഫോമൻസ് ബിക്കോസ് ദ ഓഡിയൻസ് ലവ്സ് ഇറ്റ്. എൻകോർ എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് ചെയ്യുക, ഈ പാട്ട് ഒന്നും കൂടെ പാടാമോ എന്ന്. കാര്യം നമുക്ക് ആ പാട്ട് ഒരുപാട് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണല്ലോ നമ്മൾ അതൊന്നും കൂടെ പാടാമോ എന്ന് ചോദിക്കുന്നത്. അതാണ് എൻകോർ. റാപ്റ്റ് എന്ന് പറഞ്ഞാൽ ഡീപ്ലി എൻഗ്രോസ്ഡ്, എൻറാപ്ചർ, വളരെയധികം ഇൻട്രസ്റ്റഡ് ആയി. പിന്നെ ലൂ എന്ന് പറഞ്ഞാൽ എ ലാർജ് ഫിഷ് ഈറ്റിംഗ് ബേർഡ് ഫൗണ്ട് ഇൻ നോർത്ത് അമേരിക്ക. അതുപോലെ വീഴുണ്ട്, ബാരിറ്റോൺ, ക്രിട്ടിക്, കൺഫസ്റ്റ്, ആർട്ട് ആൻഡ് ത്രോട്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളും കൂടെ നിങ്ങൾ എഴുതണം. വീട് തന്നെ ടു ഹാവ് ദി എബിലിറ്റി ടു റൈറ്റ് സോങ്സ് സ്കിൽഫുള്ളി ആൻഡ് എഫേർട്ട്ലെസ്ലി. നമുക്കൊരു പാട്ടൊക്കെ വളരെ മനോഹരമായിട്ട് എഴുതാനുള്ള കഴിവാണ് വീട്. ബാരിറ്റോണോ, എ മെയിൽ സിംഗർ ഓഫ് മെയിൽ വോയിസ് വിത്ത് എ ഗുഡ് സൗണ്ട് റേഞ്ചിങ് ഫ്രം ലോ ടു ഹൈ. വളരെ നന്നായി പാടുന്നൊരു മെയിൽ സിംഗർ, ഒരു പാട്ടുകാരൻ. ക്രിട്ടിക് എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹൂസ് ജോബ് ഈസ് ടു ഗിവ് ദെയർ ഒപ്പീനിയൻസ് ഓൺ മ്യൂസിക് ആൻഡ് എക്സെട്ര. ക്രിട്ടിക് എന്ന് പറഞ്ഞാൽ എപ്പോഴും വിമർശിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറയുന്ന ആൾക്കാർ, അവരുടെ ജോലി എന്ന് പറയുന്നത് നമുക്ക് മറ്റുള്ളവർ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറയുന്നു, അതാണ് ക്രിട്ടിക്. ആർട്ട് ആൻഡ് ത്രോട്ട് എന്ന് പറഞ്ഞാൽ ഹിയർ ഇറ്റ് റെഫേഴ്സ് ടു ദി ക്വാളിറ്റി ഓഫ് ദി നൈറ്റിംഗേൽസ് ക്രിയേറ്റീവ് ടാലന്റ് ഇൻ മ്യൂസിക് ആൻഡ് കമ്പോസിംഗ്. ഇവിടെ ഈ ചാപ്റ്ററിൽ ആർട്ട് ആൻഡ് ത്രോട്ട് കൊണ്ട് അർത്ഥമാക്കുന്നത് ക്വാളിറ്റി, നൈറ്റിംഗേലിന്റെ ടാലന്റിന്റെ ക്വാളിറ്റിയെ പറ്റി പറയുന്നത്. നൈറ്റിംഗേൽസ് ക്രിയേറ്റീവ് ടാലന്റ് ഇൻ മ്യൂസിക് ആൻഡ് കമ്പോസിംഗ്, പാട്ടിലും അതുപോലെ തന്നെ അയാളുടെ ആ നൈറ്റിംഗേലിന്റെ വോയിസിന്റെ ഒക്കെ ഒരു ക്വാളിറ്റിയെ പറ്റി പറയുന്നതാണ് ഇവിടെ ആർട്ട് ആൻഡ് ത്രോട്ട്. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ നിങ്ങൾ എഴുതി വെച്ചിട്ട് പഠിക്കണം. എഴുതി നോട്ടിൽ എഴുതിയിട്ട് ടീച്ചറിന് അയച്ചു തരികയും വേണം കേട്ടോ. അപ്പം പഠിച്ചതൊക്കെ മനസ്സിലായോ? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പോയമാണ്. എല്ലാവരും വായിച്ചു നോക്കണം കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ഇനി അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് എന്താണ്? സോഷ്യൽ സയൻസ് ആണ് കേട്ടോ. സോഷ്യൽ നിങ്ങൾക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ? ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആണോ? ഇംഗ്ലീഷിന് നമ്മൾ പോയിന്റ്സ് പഠിച്ചു, അതുപോലെ സ്റ്റോറീസ് പഠിച്ചു. അതൊക്കെ വളരെ രസമാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്.
അതുപോലെ സോഷ്യൽ ഇൻട്രസ്റ്റിംഗ് ആണ്, നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിക്കണം എന്ത് പഠിച്ചാൽ. സോഷ്യൽ നമ്മൾ എന്താണ് പഠിക്കുന്നത്? നമ്മൾ സൂര്യനെ പറ്റി, ചന്ദ്രനെ പറ്റി, പ്രപഞ്ചം, യൂണിവേഴ്സ് അല്ല, ഇതിനെയൊക്കെ പറ്റി കുറച്ചെങ്കിലും അറിവ് വേണ്ടി നമുക്ക് വേണം. അതുപോലെ എന്താ നമ്മള് ഗവൺമെന്റിനെ പറ്റി പഠിക്കുന്നുണ്ട്. പിന്നെ ഹിസ്റ്ററി, ചരിത്രം പഠിക്കുന്നു, നമ്മുടെ പൂർവികരെ പറ്റി പഠിക്കുന്നു. ഇതൊക്കെ രസമല്ലേ പഠിക്കാൻ, ഇഷ്ടമല്ലേ? അപ്പൊ ഓക്കെ, സോഷ്യൽ നമുക്ക് വളരെ നല്ല സബ്ജക്റ്റ് ആണ് കേട്ടോ. അപ്പൊ എല്ലാവരും വളരെ താല്പര്യത്തോടു കൂടി ബുക്സ് ഒക്കെ എടുത്ത് പേജൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ഫസ്റ്റ് ചാപ്റ്റർ എടുത്ത് വെച്ച്. എന്താണ് ഫസ്റ്റ് ചാപ്റ്റർ? എർത്ത് ആൻഡ് സോളാർ സിസ്റ്റം. എന്താണ്? എർത്ത് ആൻഡ് സോളാർ സിസ്റ്റം, ഭൂമിയും സൗരയുധവും. അപ്പൊ ടീച്ചർ ആദ്യം ഇതൊന്ന് വായിച്ച് തരാം കേട്ടോ, വായിച്ചിട്ട് പറയാം. ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക്, കണ്ടല്ലോ. ഓക്കെ. When you look at the sky, what do you see? During the day, you see the sun. During the night, you see a vast space with the moon and numerous small points of light. Most of these appear to twinkle and you call them stars. If you look carefully, you will be able to see a few points of light which do not appear to twinkle. This could be planets. അപ്പൊ എന്താണ് പറയുന്നത്? നിങ്ങൾ എല്ലാവരും ആകാശത്തേക്ക് നോക്കിയിട്ടില്ലേ? ഒരു വട്ടമെങ്കിലും നോക്കാത്തവരായിട്ട് ആരുമില്ല, എല്ലാവരും നോക്കും. പകൽ സമയത്ത് നോക്കുമ്പോൾ കണ്ണ് സൂര്യന്റെ വെട്ടം കാരണം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് കാണാൻ നോക്കാം. പക്ഷെ സന്ധ്യയൊക്കെ ആവുമ്പോഴോ വളരെ രസമാണ് ആകാശത്തേക്ക് നോക്കുമ്പോൾ ഉള്ള കാഴ്ച. എന്താണ് ആകാശത്ത് നോക്കുമ്പോൾ? ഒരു വാസ്റ്റ് ആയിട്ടുള്ളൊരു സ്പേസ് ആണ്, വിശാലമായ ആകാശം. വിശാലമായ ആകാശത്ത് കുറച്ച് പോയിന്റ്സ് ഓഫ് ലൈറ്റ്, കുറെ ലൈറ്റ് ഇങ്ങനെ മിന്നുന്നതായിട്ട് കാണാം അല്ലേ? കുറച്ച് പോയിന്റ് ഓഫ് ലൈറ്റ്, അതിൻ്റെ ഇടയിൽ ഒരു മൂണും അല്ലേ? അപ്പൊ എന്താണ് നമ്മൾ കാണുന്നത്? പകല് നമുക്ക് ആകാശത്തേക്ക് നോക്കുമ്പോൾ സണ്ണിനെ കാണാം. ഡ്യൂറിംഗ് ദ നൈറ്റ് യു സീ എ വാസ്റ്റ് സ്പേസ് വിത്ത് ദ മൂൺ ആൻഡ് ന്യൂമറസ് സ്മോൾ പോയിന്റ്സ് ഓഫ് ലൈറ്റ്. ഒരു വലിയ വിശാലമായ സ്പേസിൽ ഒരു മൂൺ ഇങ്ങനെ നിൽക്കുന്നു, അതിന്റെ ചുറ്റും കുറെ പോയിന്റ്സ് ഓഫ് ലൈറ്റ്, ഇങ്ങനെ കുറെ പോയിന്റ്സ് ഓഫ് ലൈറ്റ് ഇങ്ങനെ കാണാനായിട്ട് പറ്റും അല്ലേ? അപ്പൊ അതെന്താണ്? മോസ്റ്റ് ഓഫ് ദിസ് അപ്പിയർ ടു ട്വിങ്കിൾ ആൻഡ് യു കോൾ ദം സ്റ്റാർസ്. അതിന് കൂടുതലും നമ്മളെ നോക്കി ബ്ലിങ്ക് ചെയ്യും, കണ്ണു ചെമ്മുന്നത് പോലെ തോന്നും, അല്ലെങ്കിൽ ട്വിങ്കിൾ. കൂടുതലും ആ പോയിന്റ്സ് ഓഫ് ലൈറ്റ്, ഒരുപാട് പോയിന്റ്സ് ഓഫ് ലൈറ്റ് ഉണ്ട്. ആ പോയിന്റ്സ് ഓഫ് ലൈറ്റില് കുറെ പോയിന്റ്, ലൈറ്റിന്റെ കുറെ കുത്തുകൾ അല്ലെ കുറെ ഡോട്ട്സ് പോലെ തോന്നും. അപ്പൊ അതില് കൂടുതലെണ്ണവും ട്വിങ്കിൾ ചെയ്യുന്നതായിട്ട് കാണാം, മിന്നുന്നതായിട്ട് കാണാം. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്ന്? അതെന്താണ്? മിന്നുന്ന നക്ഷത്രങ്ങളെ പറ്റിയാണ് പഠിച്ചത്. അപ്പൊ ഈ ട്വിങ്കിൾ ചെയ്യുന്നത് എന്തായിരിക്കും? അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റാർസ്, നക്ഷത്രങ്ങൾ എന്ന് വിളിക്കുന്നു അല്ലേ? പിന്നെ നമ്മൾ ഒന്നുകൂടെ സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു സീ എ ഫ്യൂ പോയിന്റ്സ് ഓഫ് ലൈറ്റ് വിച്ച് ഡു നോട്ട് അപ്പിയർ ടു ട്വിങ്കിൾ. കുറെ പോയിന്റ്സ് ഓഫ് ലൈറ്റ് മിന്നുന്നില്ല, മിന്നാതെ നിൽക്കുന്നതായിട്ട് കാണാം. അതെന്താണ്? പ്ലാനറ്റ്സ്. എന്താണ്? പ്ലാനറ്റ്സ്, ഗ്രഹങ്ങൾ എന്ന് പറയും. അപ്പോഴ് നമ്മളിപ്പോ പറഞ്ഞത് സ്റ്റാർസും പ്ലാനറ്റും എന്താണെന്നാ. അപ്പൊ കുറെ പോയിന്റ്സ് ഓഫ് ലൈറ്റ് ഉണ്ട്. ഈ പോയിന്റ്സ് ഓഫ് ലൈറ്റില് ട്വിങ്കിൾ ചെയ്യുന്നത്, മിന്നുന്നത് സ്റ്റാർസും, ട്വിങ്കിൾ ചെയ്യാതെ നിൽക്കുന്നത് പ്ലാനറ്റ്സും. എത്രേ പറഞ്ഞുള്ളൂ. അപ്പൊ മനസ്സിലായല്ലോ സ്റ്റാർസ് എന്താണ്, പ്ലാനറ്റ്സ് എന്താണെന്ന് നന്നായി മനസ്സിലായല്ലോ. ഓക്കെ. All the objects in the sky are called heavenly bodies or celestial bodies. ആകാശത്തുള്ള എല്ലാ വസ്തുക്കളെയും കൂടി പറയുന്ന പേരെന്താണ്? ഹെവൻലി ബോഡീസ് അല്ലെങ്കിൽ സെലസ്റ്റിയൽ ബോഡീസ്. എന്താണ്? All the objects in the sky are called celestial bodies. ആകാശത്തുള്ള എല്ലാ ഒബ്ജക്ട്സിനെയും കൂടെ പറയുന്ന പേരാണ് ഹെവൻലി ബോഡീസ് അല്ലെങ്കിൽ സെലസ്റ്റിയൽ ബോഡീസ്. നിങ്ങൾ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും വേർഡ് കേൾക്കുന്നത്. എന്താണ് സെലസ്റ്റിയൽ ബോഡീസ്? ഇവിടെ എഴുതാം സെലസ്റ്റിയൽ ബോഡീസിനെ. സെലസ്റ്റിയൽ ബോഡീസ്, സെലസ്റ്റിയൽ ബോഡീസ്. സെലസ്റ്റിയൽ ബോഡീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾ ദ ഒബ്ജക്ട്സ് ഇൻ ദ സ്കൈ. എന്താണ്? ഓൾ ദ objects in the sky are called, സ്കൈയിലുള്ള എല്ലാ ഒബ്ജക്ട്സും, all the objects in the sky are called heavenly bodies or celestial bodies. Celestial bodies. Okay അല്ലേ?
അപ്പൊ ഈ ഓൾ ദ ഒബ്ജക്ട്സ് ഇൻ ദ സ്കൈ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? ആകാശത്ത് എന്തൊക്കെയാണുള്ളത്? നിങ്ങൾക്ക് തന്നെ പറയാമല്ലോ, ആകാശത്തുള്ള ഒബ്ജക്ട്സ് എന്തൊക്കെയാണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞു എന്തൊക്കെയുണ്ട്? സ്റ്റാർസ്, നക്ഷത്രങ്ങൾ. പിന്നെന്താ? പ്ലാനറ്റ്സ്, പ്ലാനറ്റ്സ് ഉണ്ടല്ലോ, നമ്മളിപ്പോ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ. പിന്നെന്താ? മൂൺ, ചന്ദ്രൻ, സൺ ആണല്ലോ. പിന്നെന്താണുള്ളത്? അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. അപ്പൊ ഈ പ്ലാനറ്റ്സിനകത്ത് നമ്മുടെ എർത്തും ഇൻക്ലൂഡ് ചെയ്യും. ഗ്രഹം, ഭൂമി ഒരു ഗ്രഹമല്ലേ, അപ്പൊ എർത്തും കൂടി ചേർന്നതാണ്. The sun, the moon, the stars and the planets including earth are celestial bodies. അപ്പൊ celestial bodies എന്തൊക്കെയാണ്? മൂൺ, സൺ, സ്റ്റാർസ്, പ്ലാനറ്റ്സ്. പിന്നെന്താ? പ്ലാനറ്റ്സിനകത്ത് എർത്ത് വരും. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്നതിനാണ് celestial bodies എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ആകാശത്തുള്ള all the objects in the sky ആണ് celestial bodies is. We cannot see many of the other celestial bodies because they are very very far from us. ചില celestial bodies വേറെ കുറെ ഒബ്ജക്ട്സ് കൂടെ ഉണ്ട് സ്കൈയില്, പക്ഷെ നമുക്കത് കാണാൻ പറ്റത്തില്ല. കാര്യം എന്താണ്? അത് നമ്മളിൽ നിന്ന് ഒരുപാട് അകലെയാണ്, ഒത്തിരി അകലെയാണ്. അപ്പൊ അത് നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഓക്കെ. The celestial bodies are spread over a very vast space. This vast space containing all the celestial bodies is called the universe. ഈ celestial bodies ഒക്കെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത് ഒരു വലിയ വിശാലമായ സ്പേസിലാണ്, ഒരു വാസ്റ്റ് സ്പേസിലാണ് ഈ celestial bodies എല്ലാം സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത്. സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചിതറി കിടക്കുന്നത്. അപ്പൊ ആകാശത്ത് തന്നെ നമ്മൾ മൂണിനെ, സണ്ണിനെ, അല്ലെ മൂണിന്, സ്റ്റാർസും എല്ലാം കൂടെ കാണുന്നു. അപ്പൊ ഇതെല്ലാം celestial bodies ആണ്. അപ്പൊ ഈ celestial bodies എല്ലാം കിടക്കുന്നത് എങ്ങനെയാണ്? ഒരു വാസ്റ്റ് സ്പേസിലാണ്, ഒരു വിശാലമായ സ്ഥലത്താണ് ഈ celestial bodies കാണുന്നത്. അപ്പൊ the vast space containing all the celestial bodies is called the universe. ഈ വാസ്റ്റ് സ്പേസിനെയാണ് നമ്മൾ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. ഈ celestial bodies എല്ലാം ഉൾക്കൊള്ളുന്ന ഈ വാസ്റ്റ് സ്പേസ്, ഈ വിശാലമായ സ്പേസ്, അതാണ് നമ്മുടെ യൂണിവേഴ്സ്. യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രപഞ്ചം, പ്രപഞ്ചം, പ്രപഞ്ച ശക്തി എന്നൊക്കെ കേട്ടിട്ടില്ല. അപ്പോൾ പ്രപഞ്ചം. അപ്പൊ പ്രപഞ്ചം എന്താണ്? The vast space containing all the celestial bodies is called the universe. Universe എന്താണ്? യൂണിവേഴ്സ്, പ്രപഞ്ചം എന്താണ്? യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ the vast space, ഒരു വിശാലമായ സ്പേസ് ആണ്. The vast space containing all the celestial bodies. ഈ celestial bodies എല്ലാം കൂടി ഉൾക്കൊള്ളുന്ന ഈ വാസ്റ്റ് സ്പേസ് ആണ് നമ്മുടെ, വിശാലമായ സ്ഥലമാണ് നമ്മുടെ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. The universe is so huge that is difficult to imagine its size. Just think of it in this way. The night sky that we see with all its celestial bodies is just a tiny part of the universe. If you were able to see the entire universe, all the celestial bodies that you see now would together look like a tiny spot of light. You would not be able to see the earth or even the sun. എന്ന് വെച്ചാൽ എന്താ പറയുന്നത്? ആ ഒരു സെന്റൻസിൽ, പാരഗ്രാഫിൽ പറയുന്നത് എന്താണ്? അതിൽ പറയുന്നത്, നമ്മളിപ്പോ പറഞ്ഞു, ഈ യൂണിവേഴ്സ് എല്ലാം ഈ ഒരു വലിയ വിശാലമായ സ്പേസിലെ ഈ celestial ബോഡീസിനെ എല്ലാം ഉൾക്കൊള്ളുന്ന വിശാലമായ സ്പേസ് ആണ് യൂണിവേഴ്സ് എന്ന് പറഞ്ഞു. അപ്പൊ അതില് നമ്മുടെ നൈറ്റിൽ കാണുന്ന സ്റ്റാർസ്, മൂണും, രാത്രി നമ്മൾ കാണുന്നത് നക്ഷത്രങ്ങളെയും ചന്ദ്രനെയുമാണ്. ഈ അത്രയും അത് celestial ബോഡീസ്. ഈ നക്ഷത്രങ്ങളും മൂണും ഈ celestial ബോഡീസ് മാത്രം എന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സിന്റെ വളരെ ചെറിയൊരു പാർട്ടാണ്, അല്ലെ, ചെറിയൊരു സ്പേസ് ആണ്. യൂണിവേഴ്സിന്റെ കുറച്ചു ഭാഗം മാത്രമേ ഉള്ളൂ. കണ്ടില്ലേ? The night sky that we see with all its celestial bodies is just a tiny part of the universe. അപ്പം യൂണിവേഴ്സിന്റെ സൈസ് എന്തോ ആയിരിക്കും? നമ്മൾ അത്രയും രാത്രിയിൽ കാണുന്ന എല്ലാ ഒബ്ജക്ട്സും മൊത്തത്തിൽ അത്രയും വാസ്റ്റ് സ്പേസ് കൊണ്ട് ചെറിയൊരു ഇതാവുന്നുള്ളൂ യൂണിവേഴ്സിന്റെ. അപ്പൊ യൂണിവേഴ്സിന്റെ സൈസ് എന്തോ ആയിരിക്കും? അത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ celestial ബോഡി പറയുമ്പോൾ സണ്ണ് വരും, മൂണ് വരും, അതെല്ലാം കൂടെ ഉൾക്കൊള്ളുന്നതാണ്. രാത്രി കാണുന്ന ഒബ്ജക്ട്സ് എല്ലാം ചെറിയൊരു ഭാഗം മാത്രമേ ആവുന്നുള്ളൂ നമ്മുടെ യൂണിവേഴ്സിന്റെ. അപ്പൊ നമ്മുടെ പ്രപഞ്ചത്തിന്റെ, യൂണിവേഴ്സിന്റെ ഒരു വലിപ്പം എന്താണെന്ന് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഭയങ്കര വലുതായിരിക്കും അല്ലേ? There are different types of celestial bodies in the universe. Here we will learn about a few of them.
ഒരുപാട് സെലസ്റ്റിയൽ ബോഡീസ് ഉണ്ട് നമ്മുടെ പ്രപഞ്ചത്തിൽ, നമ്മുടെ യൂണിവേഴ്സിൽ ഒത്തിരി സെലസ്റ്റിയൽ ബോഡീസ് ഉണ്ട്. അതിൽ വളരെ കുറച്ച് മാത്രമേ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വളരെ കുറച്ച് അതിന്റെ ഒരു പാർട്ട് മാത്രമേ പഠിക്കാനുള്ളൂ കേട്ടോ. പിന്നെ കുറെയൊക്കെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഓരോ ക്ലാസ്സുകളിൽ ഇങ്ങനെ ഹയർ ക്ലാസ്സസിൽ പഠിച്ചുകൊണ്ടേയിരിക്കും. ഇത്രയും കേട്ടിട്ട് നല്ല രസമുണ്ടല്ലോ പഠിക്കാൻ, ആകാശത്തെ പറ്റിയും നക്ഷത്രങ്ങളെ പറ്റിയൊക്കെ. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത് സ്റ്റാർസ് ആണ്. എന്താണ് സ്റ്റാർസ്? We see a large number of celestial bodies shining in the sky. അപ്പൊ നമ്മുടെ ആകാശത്ത് ഷൈൻ ചെയ്യുന്ന ലാർജ് നമ്പർ ഓഫ് സെലസ്റ്റിയൽ ബോഡീസിനെ, ഒരുപാട് സെലസ്റ്റിയൽ ബോഡീസിനെ നമ്മൾ കണ്ടു. ചിലത് some of them produce their own light while others like the moon reflect the light received from the sun. ചിലത് അവരുടെ ലൈറ്റ് തന്നെ എന്താ പുറത്തോട്ട് പുറന്തള്ളും, അവരുടെ ലൈറ്റ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യും. some of them produce their own light. അപ്പം ചിലത് അവരുടെ ലൈറ്റ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യും. അവർക്ക് സ്വന്തമായിട്ട് ലൈറ്റ് ഉണ്ട്, അത് പ്രൊഡ്യൂസ് ചെയ്യും, അവരുടെ ലൈറ്റ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷെ മറ്റു ചിലരോ സൂര്യനിൽ നിന്ന് റിസീവ് ചെയ്യുന്ന ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യിപ്പിക്കും. റിഫ്ലക്ട് ദ ലൈറ്റ് റിസീവ്ഡ് ഫ്രം ദ സൺ. സ്റ്റാർസ് ആർ സെലസ്റ്റിയൽ ബോഡീസ് വിച്ച് പ്രൊഡ്യൂസ് ദെയർ ഓൺ ഹീറ്റ് ആൻഡ് ലൈറ്റ്. സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അതിന്റെ തന്നെ ചൂടിനെയും വെട്ടത്തെയും ഒക്കെ പുറപ്പെടുവിപ്പിക്കുന്നു. അപ്പം സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയാം: സ്വയം കത്തുകയും വലിയ അളവിൽ ഹീറ്റിനെ പുറത്തു വിടുകയും ചെയ്യും. സ്വന്തമായിട്ട് കത്തുകയും വലിയ അളവിൽ ഹീറ്റിനെ പുറന്തള്ളുകയും ചെയ്യുന്നതാണ് സ്റ്റാർസ്. പക്ഷെ മൂൺ പോലെയുള്ള മറ്റു ചിലത് സണ്ണിൽ നിന്ന് റിസീവ് ചെയ്യുന്ന ലൈറ്റിനെ, സണ്ണിൽ നിന്ന് എടുക്കുന്ന ലൈറ്റിനെ പുറപ്പെടും. Stars are huge bodies made up of very hot gases and they give out enormous amounts of heat and light. Stars എന്ന് പറഞ്ഞാൽ എന്താണ്? Stars are huge bodies made up of very hot gases. ഒരുപാട് ഗ്യാസുകൾ, വളരെ ഹോട്ടായിട്ടുള്ള ചൂടായിട്ടുള്ള ഗ്യാസുകൾ കൊണ്ട് നിർമ്മിതമായിരിക്കുന്നവയാണ് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. സ്റ്റാർസ് ആർ ഹ്യൂജ് ബോഡീസ്, വലിയ ബോഡീസ് ആണ്. സ്റ്റാർസ് ഒത്തിരി വലുതാണ് നമുക്ക്, പക്ഷെ നമ്മൾ ഒത്തിരി ദൂരത്ത് നിൽക്കുന്നതുകൊണ്ട് കുഞ്ഞായിട്ട് തോന്നുന്നതാണ് അല്ലെ. നമ്മളിപ്പോ താഴെ നിന്ന് എയ്റോപ്ലെയിൻ മേളിൽ കൂടെ പോകുമ്പോൾ നമുക്ക് എന്ത് തോന്നും? ചെറിയൊരു നമ്മളെ ടോയ്സ് ഒക്കെ വാങ്ങിക്കുമ്പോൾ എയ്റോപ്ലെയിൻ പോലെ തോന്നും അല്ലെ. പക്ഷെ എയ്റോപ്ലെയിന്റെ വലിപ്പം അതാണോ? അല്ല. അതുപോലെ തന്നെ സ്റ്റാർസ് ഒക്കെ നമ്മൾ ഇത്രയും ഡിസ്റ്റൻസിൽ നിന്ന് നോക്കുന്നതുകൊണ്ടാണ് നമുക്ക് അത്ര ചെറുതായിട്ട് തോന്നുന്നത്. അതെന്ന് പറഞ്ഞാൽ വളരെ ഹ്യൂജ് ബോഡീസ് ആണ്, വലിയ ഒബ്ജക്ട്സ്, വലിയ ബോഡീസ് ആണ്, ഹ്യൂജ് ബോഡീസ് ആണ്. ഈ ഹ്യൂജ് ബോഡീസ് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? വെരി ഹോട്ട് ഗ്യാസസ് കൊണ്ടാണ്, വളരെ ചൂടുള്ള ഒരുപാട് വാതകങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് സ്റ്റാർസ് ഒക്കെ, നിർമ്മിതമായിരിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ സ്റ്റാർസിന്റെയും അതിന്റെ ഹീറ്റിനെയും ലൈറ്റിനെയും പ്രൊഡ്യൂസ് ചെയ്യും. അല്ലെങ്കിൽ അതുപോലെ അത് പുറന്തള്ളും, ഒരുപാട് ഹീറ്റിനെയും ലൈറ്റിനെയും ചൂടിനെയും വെളിച്ചത്തിനെയും ഒക്കെ അത് പുറന്തള്ളുകയും ചെയ്യും. താപവും വെളിച്ചവും ഒക്കെ വലിയ എമൗണ്ടിൽ ഒത്തിരി ആയിട്ട് പുറന്തള്ളുകയും ചെയ്യുന്നുണ്ട് സ്റ്റാർസ്. സ്റ്റാർസിന്റെ കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, സൺ ഒരു സ്റ്റാർ ആണോ? അതെ. അപ്പം സൺ ഈസ് ആൻ ഓർഡിനറി മീഡിയം സൈസ്ഡ് സ്റ്റാർ. സൺ എന്ന് പറയുന്നത് വളരെ മീഡിയം സൈസ്ഡ് ആണ്, ഒത്തിരി വലുതുമല്ല എന്നാൽ തീരെ ചെറുതുമല്ല, ഒരു മീഡിയം സൈസിലുള്ള ഒരു സ്റ്റാർ ആണ് നമ്മുടെ സൺ, സൂര്യൻ അല്ലേ. which looks bigger than the other stars because it is closer to us than any other star. നമുക്ക് ഈ സൺ എന്ന് പറയുന്നത് ഒത്തിരി മറ്റുള്ള നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് കുറച്ച് വലുതായിട്ട് തോന്നും. ഇവിടെ നിന്നാൽ കുറച്ച് വലുതായിട്ട് തോന്നും സണ്ണ് മറ്റുള്ള സ്റ്റാർസിനെ അപേക്ഷിച്ച്. കാരണം എന്താണ്? ഈ സൺ എന്ന് പറയുന്നത് നമ്മളുമായിട്ട് കുറച്ചുകൂടെ ക്ലോസ് ആണ്, നമ്മളുമായിട്ട് കുറച്ചുകൂടെ അടുത്ത് നിൽക്കുന്നതാണ്. അപ്പൊ അടുത്തടുത്ത് വരുമ്പോൾ നമുക്ക് സൈസ് വലുതായിട്ട് തോന്നും അല്ലെ. അപ്പം ബാക്കിയുള്ള സ്റ്റാർസിനെ കാട്ടി നമ്മളുമായിട്ട്, മനുഷ്യരിൽ കുറച്ച് എർത്തുമായിട്ട് കുറച്ച് ക്ലോസ് ആയിട്ട് നിൽക്കുന്നത് ആരാണ്? നമ്മുടെ സണ്ണാണ് നമ്മളുമായിട്ട് കുറച്ച് ക്ലോസർ ആയിട്ട് നിൽക്കുന്നത്, കുറച്ച് അടുത്ത് നിൽക്കുന്ന സ്റ്റാർ. അപ്പൊ അതുകൊണ്ടാണ് സണ്ണ് കുറച്ച് വലുപ്പമുള്ളതായിട്ട് നമുക്ക് തോന്നുന്നത്. The star nearest to the sun is Proxima Centauri. ഇനി സണ്ണുമായിട്ട് അടുത്ത് നിൽക്കുന്ന സ്റ്റാർ, സൂര്യനോട് അടുത്ത് നിൽക്കുന്ന മറ്റൊരു സ്റ്റാർ ഉണ്ട്. അതിന്റെ പേരെന്താണ്? പ്രോക്സിമ സെഞ്ചുറി. എന്താണ്? പ്രോക്സിമ സെഞ്ചുറി. The distance between the Earth and the Proxima Centauri is 40 trillion kilometer. അപ്പം ഈ ഭൂമി, നമ്മുടെ ഭൂമിയും ഈ പ്രോക്സിമ സെഞ്ചുറി എന്ന് പറയുന്ന സ്റ്റാറും തമ്മിൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? 40 trillion kilometer. കേട്ടോ, മില്യനും അല്ല ട്രില്യൻ ആണ് കേട്ടോ, മില്യൻ അല്ല ട്രില്യൻ. 40 trillion kilometer.
എന്ന് പറയുമ്പോൾ എന്തോരം ഡിസ്റ്റൻസ് ആയിരിക്കും ഭൂമിയും ആ നക്ഷത്രവും തമ്മിൽ, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അല്ലേ. പക്ഷേ ഈ പ്രോക്സിമ സെഞ്ചുറി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് സണ്ണിനോട് അടുത്ത് നിൽക്കുന്ന സ്റ്റാർ ആണ്, സൂര്യനോട് അടുത്താണ്. പക്ഷെ ഭൂമിയിൽ നിന്ന് 40 ട്രില്യൺ കിലോമീറ്റർ ദൂരത്താണ് ഈ പ്രോക്സിമ സെഞ്ചുറി ഉള്ളത്. അപ്പൊ ഈ പ്രോക്സിമ സെഞ്ചുറി എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും അല്ലേ. അപ്പൊ ഇത്രയും പഠിച്ചു. എന്തൊക്കെയാ പഠിച്ചത്? സ്റ്റാർ പഠിച്ചു, പിന്നെന്താ സെലസ്റ്റിയൽ ബോഡീസ് പഠിച്ചു. അതിൽ നിന്ന് തന്നെ നമ്മൾ സ്റ്റാർ പഠിച്ചു. പിന്നെ പ്ലാനറ്റ്സ് എന്താണെന്ന് പഠിച്ചായിരുന്നു. പിന്നെ സണ്ണിനെ കുറിച്ച് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. സണ്ണിനോട് അടുത്ത് നിൽക്കുന്ന സ്റ്റാർ ഏതാണ്? സൺ ഒരു മീഡിയം സൈസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റാർ ആണ്. പിന്നെന്താണ്? പ്രോക്സിമ സെഞ്ചുറി ആണ്, സണ്ണിനോട് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന നക്ഷത്രം. ഇതൊക്കെ നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് കോൺസ്റ്റലേഷൻ ആണ്. കോൺസ്റ്റലേഷൻ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടോ? ഇല്ലായിരിക്കും അല്ലേ. ഓഫ് ദ മില്യൺസ് ആൻഡ് കോൺസ്റ്റലേഷൻ ആയിരിക്കാൻ പ്ലീസ് നോക്കിക്കോണേ. Of the millions and millions of stars in the sky, some appear to be in groups forming definite patterns. These groups, which can be recognized by the shapes they form, they are called constellation. Constellation എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആകാശത്ത് മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് സ്റ്റാർസ് ഉണ്ട്, മില്യൺ കണക്കിന് നക്ഷത്രങ്ങളുണ്ട്. അപ്പൊ ഈ നക്ഷത്രങ്ങളിൽ ചിലത് ഗ്രൂപ്പായിട്ടാണ് കാണുന്നത്, ചിലത് അടുത്ത് കൂടി ചേർന്ന് ഒരു ഗ്രൂപ്പ് ഉണ്ടാകും അല്ലെ. നമ്മൾ തന്നെ ഇപ്പം നിങ്ങൾ ഫ്രണ്ട്സിൽ കുറച്ച് പേരൊരു ഗ്രൂപ്പ്, കുറച്ച് പേരൊരു ഗ്രൂപ്പ് കാണത്തില്ലേ. അപ്പൊ അതുപോലെ ഈ നക്ഷത്രങ്ങളും ഒരു ഗ്രൂപ്പ് ഉണ്ടാകും, അതിന് ഒരു കുറച്ച് പേര് ചേർന്ന ഒരു ഗ്രൂപ്പ്. അപ്പൊ ആ ഗ്രൂപ്പ് ഫോമിങ് ഡെഫിനിറ്റ് പാറ്റേൺ, ഒരു ഡെഫിനിറ്റ് ആയിട്ടൊരു പാറ്റേണിലായിരിക്കും അത് കാണുന്നത്. അതൊരു ഡെഫിനിറ്റ്, അതിനൊരു കൃത്യമായ ഷേപ്പ്, ഒരു പാറ്റേൺ കാണും ആ നക്ഷത്രങ്ങൾക്ക്. These groups which can be recognized by the shapes they form. അപ്പൊ നമ്മൾ ഈ ഗ്രൂപ്പിനെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? അതിന്റെ ഷേപ്പ് വെച്ചിട്ടാണ് ഈ ഗ്രൂപ്പ് ഏതാണെന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പം ഒരുപാട് ഗ്രൂപ്പുകൾ കാണുമെന്ന് വിചാരിച്ചു, കുറെ ഗ്രൂപ്പ്സ് ഫോം ചെയ്യും. അതിൽ ഓരോ ഗ്രൂപ്പും നമ്മൾ മനസ്സിലാക്കുന്നത് അതിന്റെ ഷേപ്പ് വെച്ചിട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഗ്രൂപ്പിനെ പറയുന്ന പേരാണ് these groups which can be recognized by the shapes they form are called constellation. അപ്പൊ കോൺസ്റ്റലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? Of the millions and millions of stars in the sky, some appear to be in groups. ചിലത് ഗ്രൂപ്പായിട്ട് കാണുന്നു. ഫോമിങ് ഡെഫിനിറ്റ് പാറ്റേൺസ്, അതും ഡെഫിനിറ്റ് ആയിട്ട് ഓരോ പാറ്റേണിലാണ് കാണുന്നത്. ദിസ് ഗ്രൂപ്പ്സ് വിച്ച് ക്യാൻ ബി, ഈ ഗ്രൂപ്പ്സ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത് അതിന്റെ ഷേപ്പ് വെച്ചിട്ടാണ്, അത് ഉണ്ടാക്കുന്ന ഷേപ്പ് വെച്ചിട്ടാണ്. അതിനെ പറയുന്ന പേരാണ് കോൺസ്റ്റലേഷൻസ്. But the Great Bear is one of the constellations visible in the northern sky. നോർത്തേൺ സ്കൈയിൽ കാണുന്ന ഒരു കോൺസ്റ്റലേഷൻ ആണ് ഗ്രേറ്റ് ബിയർ. ഏതാണ്? ദ ഗ്രേറ്റ് ബിയർ. അപ്പൊ ഗ്രേറ്റ് ബിയർ എന്ന് പറയുന്നത് അപ്പൊ ഒരു ഗ്രൂപ്പ് ആയിരിക്കുമല്ലോ. കോൺസ്റ്റലേഷൻ എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ് ആണ്, അതാണ് അതിന്റെ ഒരു ഷേപ്പ് ആണ്. ഒരു ഗ്രേറ്റ് ബിയർ, ഒരു വലിയൊരു ബിയർ പോലെ തോന്നും. ഗ്രേറ്റ് ബിയർ ഈസ് വൺ ഓഫ് ദ കോൺസ്റ്റലേഷൻ വിസിബിൾ ഇൻ ദ നോർത്തേൺ സ്കൈ. നോർത്തേൺ സ്കൈയിൽ കാണുന്ന ഒരു കോൺസ്റ്റലേഷൻ ആണ് നമ്മുടെ ഗ്രേറ്റ് ബിയർ എന്ന് പറയുന്നത്. അതായത് ആ ഗ്രേറ്റ് ബിയറിന്റെ പിക്ചർ കണ്ടില്ലേ? ആ ഗ്രേറ്റ് ബിയറിന്റെ പിക്ചറിൽ കണ്ടോ? 7 brightest stars of this constellation look like a long handled spoon. ഒരു വലിയ ഹാൻഡ് ഉള്ള ഒരു സ്പൂൺ പോലെ തോന്നുന്നില്ലേ നിങ്ങൾക്ക്? അതിൽ കണ്ടോ 7 സ്റ്റാർസ് നിങ്ങൾ കണ്ടോ? 7 സ്റ്റാർ അതിനകത്ത് അതിന്റെ വാല് തൊട്ട്, ആ ഗ്രേറ്റ് ബിയറിന്റെ വാല് തൊട്ട് നോക്കിക്കേ. 1 2 3 4 5 6 7 7 നക്ഷത്രങ്ങൾ കാണുന്നുണ്ട്. അതിങ്ങനെ മിന്നി നിൽക്കുന്ന മഞ്ഞ കളറിൽ കാണുന്ന നക്ഷത്രങ്ങളെ കണ്ടോ? അപ്പൊ അത് ബ്രൈറ്റസ്റ്റ് സ്റ്റാർസ് ആണ്. അപ്പൊ ആ 7 എണ്ണം കൂടെ ചേർത്ത് നോക്കുമ്പോൾ നമുക്കൊരു വലിയൊരു പിടിയുള്ളൊരു സ്പൂൺ പോലെ തോന്നുന്നുണ്ട് അല്ലെ. അപ്പൊ അതിനെ എന്താണ് പറയുന്നത്? ഡിപ്പർ. ഈ 7 സ്റ്റാർസിനെ കൂടെ പറയുന്ന പേരാണ് ബിഗ് ഡിപ്പർ. അപ്പൊ ആ ഗ്രേറ്റ് ബിയറിനകത്തുള്ള ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള 7 നക്ഷത്രങ്ങളുണ്ട്. ആ ഗ്രേറ്റ് ബിയറിന്റെ പിക്ചറിൽ ബ്രൈറ്റ് ആയിട്ടുള്ള തിളങ്ങുന്ന 7 നക്ഷത്രങ്ങളുണ്ട്. ഈ ബ്രൈറ്റ് ആയിട്ടുള്ള 7 നക്ഷത്രങ്ങളെയും കൂടെ നമ്മൾ പറയുന്ന പേരെന്താണ്? ദ ബിഗ് ഡിപ്പർ. എന്താണ്? ബിഗ് ഡിപ്പർ. ബിഗ് ഡിപ്പർ ഈസ് കോൾഡ് സപ്തർഷി ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ നമ്മൾ ഈ ബിഗ് ഡിപ്പറിന് പറയുന്ന പേരാണ് സപ്തർഷി. 7 നക്ഷത്രങ്ങളുണ്ട്. The 2 stars called pointers. അതിനകത്ത് തന്നെ 2 നക്ഷത്രങ്ങൾ കണ്ടോ? അതിനെ നമ്മൾ പോയിന്റേഴ്സ് എന്ന് പറയും. 2 നക്ഷത്രങ്ങളെ നമ്മൾ പോയിന്റേഴ്സ് എന്ന് പറയും. പോയിന്റേഴ്സ് എന്ന് എഴുതിയേക്കുന്ന കണ്ടോ? 2 നക്ഷത്രങ്ങൾ പോയിന്റേഴ്സ് എന്ന് പറയും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല്
അറ്റ് ദ ഹെഡ് ഓഫ് ദ ബിഗ് ഡിപ്പർ ഓൾവേസ് പോയിന്റ് ടുവേർഡ്സ് ദ പോൾ സ്റ്റാർ. ആ ബിഗ് ഡിപ്പറിന്റെ ഹെഡില് പോൾ സ്റ്റാറിലോട്ട് പോയിന്റ് ചെയ്തിരിക്കുകയാണ് ഒരെണ്ണം. ടു സ്റ്റാർ, രണ്ട് നക്ഷത്രങ്ങൾ പോയിന്റേഴ്സ് ആണ്. അറ്റ് ദ ഹെഡ് ഓഫ് ദ ബിഗ് ഡിപ്പർ ഓൾവേസ് പോയിന്റ് ടുവേർഡ്സ് ദ പോൾ സ്റ്റാർ. അതിന്റെ ബിഗ് ഡിപ്പറിന്റെ ഹെഡ് എന്ന് പറയുന്നത് പോൾ സ്റ്റാറിലോട്ട് പോയിന്റ് ചെയ്തിരിക്കുകയാണ്. പോൾ സ്റ്റാറിൽ. അപ്പൊ പോൾ സ്റ്റാർ എന്താണ്? പോൾ സ്റ്റാർ എന്ന് പറഞ്ഞാൽ നോർത്ത് സ്റ്റാർ അല്ലെങ്കിൽ പൊളാരിസ് എന്ന് പറയും. ഈസ് ഓൾമോസ്റ്റ് ഡയറക്ട്ലി എബവ് ദ നോർത്ത് പോൾ. നോർത്ത് പോളിന് മുകളിലായിട്ടുള്ളതാണ് എന്താ? പൊളാരിസ് എന്ന് പറയും, അല്ലെങ്കിൽ നോർത്ത് സ്റ്റാർ എന്ന് പറയും. അത് നോർത്ത് പോളിൽ ഉള്ളത് കൊണ്ടാണ് നോർത്ത് സ്റ്റാർ എന്ന് പറയുന്നത്. അപ്പം ബിഗ് ഡിപ്പർ നമ്മൾ പറഞ്ഞു ഗ്രേറ്റ് ബിയർ. ഗ്രേറ്റ് ബിയർ എന്ന് പറയുന്നത് ഒരു ഗ്രേറ്റ് ബിയറിന്റെ ഷേപ്പിലുള്ളതാണ്. അപ്പൊ ആ ഗ്രേറ്റ് ബിയറിന്റെ ഷേപ്പിലുള്ളതിൽ 7 ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റാർസ് ഉണ്ട്. ആ 7 ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റാർസ് കൂടെ നമുക്കൊരു വലിയൊരു ഹാൻഡ് ഉള്ളൊരു സ്പൂൺ പോലെ തോന്നും. അതിനെ പറയുന്നത് ബിഗ് ഡിപ്പർ എന്നാണ്. ബിഗ് ഡിപ്പർ. അപ്പൊ ഈ ബിഗ് ഡിപ്പറില് ഇന്ത്യയിലെ ബിഗ് ഡിപ്പറിനെ പറയുന്നത് സപ്തർഷി എന്നാണ്. സപ്തർഷി. അപ്പൊ അതില് 2 സ്റ്റാർസ് പോയിന്റേഴ്സ് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. 2 സ്റ്റാർസ് പോയിന്റേഴ്സ് ആണത്. ബിഗ് ഡിപ്പറിന്റെ ഹെഡ്, അറ്റ് ദ ഹെഡ് ഓഫ് ദ ബിഗ് ഡിപ്പർ. അതുപോലെ ബിഗ് ഡിപ്പറിന്റെ ഹെഡിന്റെ ഭാഗം പോൾ സ്റ്റാറിലോട്ടാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ പോൾ സ്റ്റാർ എന്ന് പറയുന്നത്, പോൾ സ്റ്റാറിനെ നമ്മൾ നോർത്ത് സ്റ്റാർ എന്നും പറയും, പൊളാരിസ് എന്നും പറയും. കാര്യം അത് നോർത്ത് പോളിൽ കാണുന്നത് കൊണ്ടാണ് പോൾ സ്റ്റാറിനെ നോർത്ത് സ്റ്റാർ അല്ലെങ്കിൽ പൊളാരിസ് എന്ന് പറയുന്നത്. നോർത്ത് പോളിൽ കാണുന്നത് കൊണ്ട് നോർത്ത് സ്റ്റാർ. മനസ്സിലായോ? അപ്പൊ അതാണ്. പിന്നെ ദിസ് ഹെൽപ്പ് നാവിഗേറ്റേഴ്സ് ഡിറ്റർമൈൻ നോർത്ത് ഡയറക്ഷൻ ബിഫോർ ദ ഇൻവെൻഷൻ ഓഫ് ദ മാഗ്നറ്റിക് കോമ്പസ്. മാഗ്നറ്റിക് കോമ്പസ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമ്മുടെ കപ്പിത്താന്മാരെ ഒക്കെ സഹായിച്ചിരുന്നത് ഇതാണ്. മനസ്സിലായോ? ഓക്കെ ആണോ? അപ്പം നമ്മൾ ഇന്ന് വളരെ കുറച്ച് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. സെലസ്റ്റിയൽ ബോഡീസ് പറഞ്ഞു, പിന്നെ പ്ലാനറ്റ്സ്, സ്റ്റാർസ്, കോൺസ്റ്റലേഷനിൽ തന്നെ ഗ്രേറ്റ് ബിയർ എന്ന് പറയുന്നത് ഒരു വളരെ വലിയൊരു നമുക്ക് അറിയാവുന്ന നമ്മുടെ ഇവിടെയുള്ള കാണുന്ന ഒരു കോൺസ്റ്റലേഷൻ ആണെന്ന് പറഞ്ഞു. വൺ ഓഫ് ദ കോൺസ്റ്റലേഷൻ നോർത്തേൺ സ്കൈ കാണുന്ന ഒരു കോൺസ്റ്റലേഷൻ ആണെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഗാലക്സി ഉണ്ട്, സോളാർ സിസ്റ്റം ഉണ്ട്, ഇതൊക്കെ പഠിക്കാനുണ്ട്. ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഈ ടെക്സ്റ്റ് ഞാൻ ഇപ്പോൾ പഠിപ്പിച്ചിടം വരെ ഒരു 4 വട്ടം വായിക്കണം. നമുക്കൊരു കുറേ തവണ വായിക്കുമ്പോഴേ നന്നായിട്ട് നമുക്കതൊന്ന് മനസ്സിലാവുള്ളൂ. ഒത്തിരി വട്ടം വായിച്ച് നല്ല മനസ്സിലാക്കി വായിക്കണം. എന്നിട്ട് നിങ്ങൾ വായിച്ചെന്നുള്ളത് ആ എവിടെയാണോ നിർത്തുന്നത്, നമ്മളിപ്പം പഠിപ്പിച്ചത് മാഗ്നറ്റിക് കോമ്പസ് വരെയാണ്. കോൺസ്റ്റലേഷന്റെ അവസാനം വരെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ നിങ്ങൾ നിങ്ങളുടെ പാരന്റിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കണം. നിങ്ങൾ വായിച്ചു എന്നുള്ളതിന് സൈൻ ചെയ്യിപ്പിച്ച് എനിക്ക് അയച്ചു തരണം. ഓക്കെ ആണല്ലോ? ഇനി ക്വസ്റ്റ്യൻസ് ഒക്കെ, ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ ടീച്ചർ പിന്നീട് തരാം. നിങ്ങൾ ഇതിപ്പോ വായിച്ച് പഠിക്കുക. ഓക്കെ.